الحمد لله الذي يسعد واشقى وأضحك وأبكى وأمات وأحيا وأوجد وأفنى وأغنى وأقنى ثم خصص بعض عباده باليسر والغنى أحمده سبحانه وتعالى وأستغفره وأشهد أن لا إله إلا الله وحده لا شريك له ولا ضد له ولا ند له ولا وزير له ولا شبيه له جل وعلا ما اتخذ صاحبة ولا ولدا وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله دعا إلى كلمة الحق والتقوى. اللهم صل على سيدنا محمد وعلى آله وأصحابه أئمة العلم والهدى وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. فمن ثقلت موازينه فأولئك هم المفلحون. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون تلفح وجوههم النار وهم فيها كالحون. صدق الله مولانا العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم. സമാദരണീയരായ മക്കത്തുൽ മുക്കറമയുടെ സംഘാടകരെ, വിശിഷ്ടാതിഥികളെ, പണ്ഡിത മഹത്തുക്കളെ, ഉലമാക്കളെ, ഉമ്മറാക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയ നമ്മുടെ എല്ലാവരുടെ പാവങ്ങളെ അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ മാനിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെയെല്ലാം അല്ലാഹു മാപ്പാക്കി
അവനിഷ്ടപ്പെട്ട ജീവിതം നയിച്ച് മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ നമുക്കും തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബർസഖിലേക്കൊരു യാത്ര, അതാണ് വിഷയം. എന്ന് പറഞ്ഞാൽ ബർസഖ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്കൊരു യാത്ര, പോത്തങ്കോടേക്കൊരു യാത്ര, കന്യാകുളങ്ങരയ്ക്കൊരു യാത്ര, വെമ്പായത്തൊരു യാത്ര, ഇതൊക്കെ യാത്ര ചെയ്തു പോകാറുണ്ട്. ഇതേപോലെ ഒരു സ്ഥലമാണ് ബർസഖ്. ബർസഖ് എന്ന് പറയുന്ന ഒരു ബസ്സിന്റെ ബോർഡും കാണാൻ പറ്റൂല. അത് പെട്രോൾ ഇല്ലാത്ത വണ്ടിയാ പോവാ, ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയാ പോവാ, ഡീസൽ ഇല്ലാത്ത വണ്ടിയാ ആ സ്ഥലത്തേക്ക് പോവാ. ഒരു ചെലവില്ല, ടാക്സ് അടയ്ക്കണ്ട, നമ്പർ പ്ലേറ്റ് ഇല്ല, നമ്പർ എടുക്കേണ്ട, ഇൻഷുറൻസ് ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വാഹനത്തിലൂടെ നേരെ ബർസഖിലേക്ക് പോകുന്നു. ആ ബർസഖിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ആ ബർസഖിന്റെ അവസ്ഥയും അതിൻ്റെ പ്രകമ്പനങ്ങളും അതിലേക്കുള്ള ഒരു തയ്യാറെടുപ്പും നമ്മൾ എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചുള്ള ഒരു വിഷയം ചെറിയ തോതിൽ അവതരിപ്പിച്ച് നമുക്ക് ദുആ ചെയ്ത് പിരിയാം ഇൻഷാ അല്ലാഹ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബർസഖിലേക്കൊരു യാത്ര എന്ന് പറയുമ്പോൾ ഖബറിലേക്കുള്ള ഒരു യാത്രയാണ് ലക്ഷ്യം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു മറ എന്നാണ്. ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്നും ആഖിറത്തിന്റെ ജീവിതത്തിൽ നിന്നും ഇടയ്ക്ക് ഒരു മറ, അതാണ് ഈ ബർസഖ്. അപ്പൊ ആ ബർസഖിയായ ജീവിതം എന്ന് പറയുന്ന ഖബറിനകത്ത് ആഖിറത്തിലേക്കുള്ള വഴികളാണ് അല്ലാഹു അതിനകത്ത് തുടക്കം കുറിക്കുന്നത്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ ആദ്യത്തെ ഭവനമാണ്, ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ഭവനമാണ്. ഫമൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ. ആരൊരാൾ ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടുവോ അതിന് ശേഷമുള്ള ജീവിതമെല്ലാം അവർക്ക് വേഗത്തിലാകുമത്രേ, എളുപ്പമാകും, വളരെ എളുപ്പം, പ്രശ്നമില്ല. ഫൈലം യൻജോ ഫീഹി. ആരൊരാൾക്ക് ആ ഖബറിൽ രക്ഷയില്ലയോ, ആരൊരാൾ ആ ഖബറിൽ വിജയിച്ചില്ലയോ, പരാജയപ്പെട്ടുവോ, ഫമാ ബഅദഹു അശദ്ദു. അതിനുശേഷമുള്ള ജീവിതമെല്ലാം അവർക്ക് കഠോരമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ബർസഖി ജീവിതത്തിന്റെ തുടക്കം അതാണ്. അതിൽ കയറിയാൽ അവിടെ വിജയിച്ചാൽ ബാക്കിയെല്ലാം വിജയിച്ചു, അവിടെ പരാജയപ്പെട്ടാൽ പിന്നീട് അങ്ങോട്ടെല്ലാം പരാജയപ്പെട്ടു. അപ്പോൾ ഈ ഖബറിൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് മുമ്പുള്ള ഒരു ജീവിതത്തിൽ നമുക്ക് വിജയം കണ്ടെത്തണം. വഅമൽ ലിദുനിയാ ബിഖദ്രി ബഖായിക ഫീഹാ വഅമൽ ലിൽആഖിറ ബിഖദ്രി മഖാമിക ഫീഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഅമൽ ലിദുനിയാ. ദുനിയാവിന് വേണ്ടി നീ പ്രവർത്തിച്ചു കൊള്ളുക, ബിഖദ്രി ബഖായിക ഫീഹാ. ഈ ദുനിയാവിൽ കുറഞ്ഞ നാളത്തെ ജീവിതമാണ് നിനക്കുള്ളത്. ഈ കുറഞ്ഞ കാലത്തെ ജീവിതത്തിന് വേണ്ടി നീ കുറച്ച് സമ്പാദിച്ചു കൊള്ളുക. പക്ഷേ നീ യഥാർത്ഥത്തിൽ സമ്പാദിക്കേണ്ടത് വഅമൽ ലിൽആഖിറ. ആഖിറത്തിന് വേണ്ടി, പാരത്രിക വിജയത്തിന് വേണ്ടിയാണ് നീ പരിശ്രമിക്കേണ്ടത്. എന്തിനാണെന്നറിയുവോ? ബിഖദ്രി മഖാമിക ഫീഹാ. അവിടെയാണ് നിനക്കൊരു ഭവനം വേണ്ടത്, അവിടെയാണ് നമുക്ക് സ്ഥിരവാസം വേണ്ടത്, അവിടെയാണ് നമുക്ക് യഥാർത്ഥ ഒരു വീട് വേണ്ടത്. അതിനുവേണ്ടി നീ ദുനിയാവിൽ കൂടുതൽ കിടഞ്ഞ് പരിശ്രമിക്കണമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിദേശത്ത് പോകുന്ന സഹോദരൻ വിദേശത്ത് ജോലി ചെയ്യുന്നു, വർഷങ്ങളായിട്ട് വിദേശത്തിലാണ്. സന്ധ്യാസമയത്ത് ജോലി കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോ കൊല്ലം ജില്ലക്കാര്, തിരുവനന്തപുരം ജില്ലക്കാര്, കോഴിക്കോട് ജില്ലക്കാര് എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നിട്ട് അവരുടെ നാട്ടിലത്തെ വിശേഷങ്ങൾ ചർച്ച ചെയ്യും. എന്താ നിന്റെ ലക്ഷ്യം? നീ എത്ര വർഷമായി? ഓ, ഞാൻ 10 വർഷമായി, ഞാൻ 15 വർഷമായി, ഞാൻ 22 വർഷമായി. എന്താപ്പാ 22 വർഷമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഗൾഫിൽ ഇങ്ങനെ കടിച്ചു കൊടുക്കുന്നു? ഒരു വീട് വേണ്ടായ ഉസ്താദെ,
ഒരു വീട് വെക്കാണ്ട്, കുട്ടികളെ കെട്ടിക്കണ്ട്, അന്നം തേടണ്ട്. ഗൾഫിൽ നിൽക്കുന്ന വ്യക്തികളുടെ വാക്കുകളാണ്. നമ്മളെല്ലാം ഗൾഫിൽ പോകുന്നത് എന്തിനാണ്? ഒരു വീട് വെക്കാനാണ്, ഒരു 2 സെന്റ് ഭൂമി വാങ്ങാനാണ്, മക്കളെ കെട്ടിക്കാനാണ്. എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ ഉപ്പാക്ക്, എന്റെ ഉമ്മാക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ മരുഭൂമിയുടെ മടിത്തട്ടിൽ വന്ന് കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്നത്. പ്രവാസികളെ ആശങ്കയിലാണ്. അറബികൾ സ്വകാര്യവൽക്കരണത്തിന്റെ പേരിൽ ജനങ്ങളെ മൊത്തം പേടിപ്പിച്ച് ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. കാരണം എന്താ? അറബികൾ കൈവിട്ടാൽ ഇനി നമുക്ക് രക്ഷയില്ല എന്നുള്ള ചിന്തയായിപ്പോയി. അള്ളാഹു കൈവിട്ടാൽ രക്ഷയില്ല എന്നുള്ള ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ്. അതാണ് നമുക്ക് പറ്റിപ്പോയത്. നമ്മുടെ റിസ്ക് മൊത്തം അറബികളുടെ കൈകളിലായി പോയി എന്ന ചിന്തയായി. അള്ളാഹുവിന്റെ കൈകളിലാണെന്നുള്ള ചിന്തയില്ല. അതാണ് നമുക്ക് പ്രശ്നം. അല്ലെങ്കിൽ വെപ്രാളണ്ട. എല്ലാ സദസ്യരും ഇന്നലെ വിനീതനോട് ദുആ ഇറക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു. പ്രവാസികൾ ദുആ ഇറക്കണം, ഞങ്ങളെയൊക്കെ പറഞ്ഞു വിടാൻ പോവാന്ന്. പിന്നെ എന്താ നിങ്ങളെയൊക്കെ പറഞ്ഞു വിടാതെ അവിടെ തന്നെ മരിപ്പിക്കണമെന്ന് ദുആ ഇറക്കണോ? ഒരു വലിയൊരു ലിസ്റ്റ്. എന്താ ഇപ്പൊ ദുആ ഇറക്കണ്ടേ? എല്ലാവരും അവിടെ തന്നെ, പ്രവാസികളെല്ലാം അവിടെ തന്നെ കുഴിച്ചു മൂട്, പൈസ ഇഞ്ഞു പറ്റും. കാരണം നമ്മുടെ വീട്ടുകാർക്കും ആഗ്രഹം അതാണല്ലോ, എങ്ങനെ മരിച്ചു കിട്ടിയാൽ മതിയല്ല. ഇൻഷുറൻസ് കാശ് കിട്ടും, 10 ലക്ഷം റിയാല്. 10 ലക്ഷം റിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? 1.5 കോടി റുപ്യ. 1.5 കോടി റുപ്യ കിട്ടുമ്പോ എന്തായിരിക്കും സന്തോഷം? ഭാര്യയ്ക്ക് അതിപ്പോ പ്രശ്നമില്ല, അവനെ കൊണ്ട് എന്തായാലും ഫായതയില്ല. കാരണം ഗൾഫിൽ പോയി കിടന്നിട്ട് ചുമ്മാ വല്ലപ്പോഴും ആണ്ടിലോ അമ്മാവാസിലോ വരും, 2 മാസം ഇവിടെ നിൽക്കും, പോകും. എന്താ ഫായത? ഭാര്യയ്ക്ക് വലിയ ഫായതയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വന്നിട്ടും കാര്യമില്ല. വല്ല മരിച്ചു പോയാലും നമുക്ക് ഇൻഷുറൻസ് കിട്ടും. പണത്തിന്റെ പേരിൽ ഗൾഫിൽ നിന്ന്, വിദേശത്ത് നിന്ന് കഷ്ടപ്പെട്ട് ഒരു 6 മാസത്തെ ലീവ് അടിച്ച് നാട്ടിലേക്ക് വരുമ്പോ 2 മാസം ആകുമ്പോഴേ ഭാര്യ തുടങ്ങും. അല്ല, പോന്നില്ലേ നിങ്ങള് പോന്നില്ലേ? ഇങ്ങനെ നിന്നാ എങ്ങനെ നമ്മുടെ കടവും, സൊസൈറ്റിയിലത്തെ കടവും, ബാങ്കിലെ കടവും ഇതെല്ലാം എപ്പോഴാണ് തീരുക? 2 വർഷം നിന്നിട്ട് 6 മാസത്തെ ലീവ് അടിച്ച് വന്നപ്പോ 2 മാസം കഴിഞ്ഞ പാടെ പറയാ നീ പോന്നില്ലേ എന്ന്. ഇവിടൊക്കെ സ്നേഹമുള്ള ഭാര്യ. എന്നാൽ സ്നേഹമുള്ള ഭാര്യമാര് പറയും, എന്തിനാണ് നിങ്ങൾ ഈ വിദേശത്ത് പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്? ഉള്ളത് മതി, നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നമുക്ക് ഇവിടെ കഴിഞ്ഞുകൂടാം. പട്ടിണി കിടന്ന് മരിച്ചാൽ ഒരുമിച്ച് കിടന്ന് മരിച്ചു പോകാമല്ലോ. അങ്ങനെ പറയുന്ന ഭാര്യമാരുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. പട്ടിണി കിടന്നാൽ നമുക്ക് കിടന്ന് മരിച്ചു പോകാമല്ലോ, ഒരുമിച്ചെങ്ങനെ കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഞാൻ വേറെ ആയി പോകേണ്ട കാര്യമില്ല. ഒന്നുമില്ലെങ്കിൽ ചീനിയെങ്കിലും അതിനും വില കൂടി. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ കപ്പ മരച്ചീനി ഇല്ല, ഇവിടെ മരച്ചീനി ഓരോ സ്ഥലത്ത് പല വില. പൂള, കൊള്ളി ഇന്നലെ പോയടത്ത് കൊള്ളി. ഇന്നലെ ഞാൻ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി, ചാവക്കൾ കൊള്ളി. അപ്പോൾ ചിലടത്ത് കപ്പ, ചിലയിടത്ത് എന്തൊക്കെയൊക്കെ ഒരു പല ഈ കേരളത്തിന്റെ പല ഭാഗത്ത് പോകുന്നുണ്ട്. പല പേരുകളെ കുറിച്ച് അറിയാൻ പറ്റും. എന്തുവാകട്ടെ. അപ്പൊ ഇത് മനുഷ്യന്മാർ തിന്നാൻ തുടങ്ങിയതോടുകൂടി ഇപ്പൊ അതിനും വില കൂടി. 25 രൂപയോളം കിലോ. ഞങ്ങളിവിടെ 25 രൂപ 1 കിലോ കപ്പയ്ക്ക്. പത്തനാപുരത്ത് 25 രൂപ. ഇവിടെ എത്ര? 5 രൂപ 15 ഉണ്ടായിരുന്നേ കുറച്ച് വാങ്ങിക്കൊണ്ട് പോയിരുന്നു, കിട്ടാറില്ല. അപ്പൊ ഇങ്ങനെയാണ് എല്ലാത്തിനും വില കൂടിക്കൊണ്ട്. കാരണം 5 സ്റ്റാർ ഫുഡാക്കി മാറ്റി കപ്പ. 5 സ്റ്റാർ ഫുഡാക്കി മാറ്റി. ആർക്കും വേണ്ടാത്ത പ്ലാസ്റ്റിക് കോഴിയുടെ മുട്ട ഇപ്പൊ 4 രൂപ 3 രൂപ കണ്ട് കൊടുക്കണം. ആർക്കും വേണ്ട. 50 പൈസ 60 പൈസ കിട്ടുന്ന സാധനം ഇപ്പൊ എത്ര റുപ്യയായി? അപ്പൊ ആളുകളെ മൊത്തം ഭീതിയിലാണ്. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ വേറെ വഴിയില്ല, രക്ഷയില്ല എന്നുള്ള ഒരു ധാരണയിൽ ജനങ്ങൾ മൊത്തം ദുആ. പണ്ട് ഇറാഖിൽ യുദ്ധം തുടങ്ങിയപ്പം താത്താമാര് TV എല്ലാം പൂട്ടി വെച്ചിട്ട് ദുആയായിരുന്നു. ഇപ്പൊ അതേപോലെ എല്ലാരും ഇപ്പൊ ദുആയുടെ മുന്നില്ല. ഇപ്പൊ സീരിയലെല്ലാം അങ്ങോട്ട് പൂട്ടി വെച്ചിട്ട്. കാരണം എന്താ? ഇക്കാക്ക് അവിടെ ജോലി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇനി സീരിയൽ തുറക്കുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി ഇപ്പൊ എല്ലാരും. കാരണം എന്താ? തവക്കുല് നമുക്കില്ല. റിസ്ക് നമ്മൾ വേറെ ആരെയോ ഉദ്ദേശിക്കുന്നു. സൗദി ഭരണകൂടത്തിന്റെ കൈകളിലാണ് നമ്മുടെ റിസ്ക് എന്ന ചിന്ത വന്നുപോയി. അല്ല, ഒരിക്കലുമല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا ومن يتق الله يجعل له من أمره يسرا. പരിശുദ്ധ ഖുർആനിൽ
പല ഭാഗങ്ങളിൽ അള്ളാഹു അവതരിപ്പിക്കുകയാണ്. ആരൊരാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവോ, അവനെ സൂക്ഷിക്കുന്നുവോ, മതഭക്തനാകുന്നുവോ, മതബോധമുള്ളവനാകുന്നുവോ, അവന്റെ സകലമാന പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പോംവഴി അള്ളാഹു എത്തിച്ചു കൊടുക്കുമത്രേ. എല്ലാത്തിനും പ്രശ്നത്തിന് പരിഹാരം അള്ളാഹയെ സൂക്ഷിച്ചാൽ. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, സുബഹി നമസ്കരിക്കാതെ കിടക്കുന്ന സഹോദരങ്ങൾ, ജോലി കഴിഞ്ഞ് വന്ന പാതിരാ സമയത്ത് റൂമിൽ വന്ന് ടി വി ഇട്ട് 2-3 മണി വരെ അതിന്റെ മുന്നിൽ തന്നെ വെറുതെ സമയങ്ങൾ നഷ്ടപ്പെടുത്തി സുബഹി നമസ്കാരം ആക്കിയിട്ട് ജോലിക്ക് പോകുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയില്ല. എത്ര വർഷം നമ്മൾ അവിടെ കിടന്ന് ജോലി ചെയ്താലും ഒരു റാഹത്ത് കിട്ടാത്ത എന്താ? സുബൈ നിസ്കാരം ഇല്ല. എന്നിട്ട് എന്താ സുബൈ നിസ്കരിക്കാതെ? ഉറങ്ങിപ്പോന്നു ഉസ്താദെ. എങ്ങനെ ഉറങ്ങിപ്പോന്നു? ജോലി കഴിഞ്ഞിട്ട് വന്ന് ഇശാ നിസ്കരിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ കിടന്ന സുഖമായിട്ട് രാവിലെ എഴുന്നേക്കാം. ഇത് ജോലിയും കഴിഞ്ഞ് വന്ന് എല്ലാം റാഹത്തായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇങ്ങനെ ടി വിയും തുറന്നു വെച്ച് എല്ലാവരുടെ വീടിന്റെ ഭിത്തിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കും ഈ ഒരു സാധനം. എല്ലാവരും ഒരു 2-3 സോഫ ഇട്ടിട്ടുണ്ട്. എല്ലാ ജില്ലക്കാരും വന്നിരുന്ന് അതിങ്ങനെ കണ്ട് സൊറയും പറഞ്ഞ് ഫിത്തിനായും പറഞ്ഞ് അവിടുത്തെ ഇവിടുത്തെ കാര്യം പറഞ്ഞ് സമയങ്ങൾ വെറുതെ വേസ്റ്റ്. 3 മണി വരെയൊക്കെ ഇരുന്നിട്ട് കിടന്ന് ഉറങ്ങും. 8 മണി വരെ 10 മണി വരെ സുബഹിസ്കരിക്കില്ല. വിദേശത്ത് പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ അനുഭവസ്ഥനാണ്. അവിടെയൊക്കെ പോയിട്ട് പലരെ ഞാൻ കാണുന്നുണ്ട്. ഉറങ്ങൂല. എന്നിട്ട് ദ്വാരക്കാൻ വേണ്ടി ഭയങ്കര വസിയത്ത അവസ്ഥ. ദ്വാരക്കാണ് വലിയ കഷ്ടം. കടം തീർന്നിട്ടുള്ള ഒരു വീട് പകുതിയാക്കിയിട്ടുള്ളൂ, പില്ലറിൽ നിൽക്കുകയാണ്, ഫൗണ്ടേഷനിലാണ്. ദ്വാരക്കണം. അതിന് പഞ്ഞൊന്നുമില്ല, ദ്വാരക്ക് തന്നെ പഞ്ഞൊന്നുമില്ല. പക്ഷെ സുബഹി നിസ്കരിക്കൂലല്ലോ. ചേവന്നൂരിന് 3 വഖത്ത്, പ്രവാസികൾക്ക് 4 വഖത്ത്. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പ്രസംഗിച്ച് 4 വഖത്ത്. ഇപ്പോൾ ഒരു ചങ്ങാതി എന്റെ കൈക്കെന്ന് പറഞ്ഞു, ഉസ്താദെ ഞാൻ ഈ 4 വഖത്തിന്റെ ആൾ 5 വഖത്തിനാവുന്ന ദ്വാരക്കണേന്ന് ചങ്ങാതി എന്ന് പറയണം. ഒരു മനസ്സിനൊരു മാറ്റം ഉണ്ടായല്ലോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, റിസ്ക്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യണമെങ്കിൽ സുബഹി നമസ്കരിക്കണം. അതിൽ അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യും. എത്രയോ സഹോദരങ്ങളെ പ്രവാസ ജീവിതം നയിക്കുന്നു. 15 വർഷമായി 20 വർഷമായി ഗുണമില്ല എന്ന് പറയും. പിന്നെ മനുഷ്യന്മാർക്ക് വേറൊരു സ്വഭാവമുണ്ട്. എത്ര കിട്ടിയാലും നന്ദിയുടെ വാക്ക് പറയൂല, അൽഹംദുലില്ലാഹ് എന്നൊരു വാക്ക് പറയില്ല. 1200 രൂപ ശമ്പളം, 1200 രൂപ എന്തോത്തിനുണ്ട്, ഇക്കാമായി അത്ര കൊടുക്കണം, ഇതിന് ഇത്ര കൊടുക്കണം, ഇതിന് ഇത്ര കൊടുക്കണം, എല്ലാം കൂടെ അയക്കുമ്പോൾ എന്താണ് ഉള്ളതിൽ ബർക്കത്തിന് വേണ്ടി അവൻ ദുആ അരക്കൂല. നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മഖ്സൂദു ബിർറിസ്ഖ് മാ ഖല്ല വഖഫ. റിസ്ഖ് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? എനിക്ക് ഇത്ര റിസ്ക് കിട്ടി, വിഭവങ്ങൾ, അതിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മാ ഖല്ല വഖഫ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഫഇന്ന മാ ഖല്ല വഖഫ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഖൈറും മിമ്മാ കസുറ വഅൽഹാ, അമിതമായി സമ്പാദിച്ചു കൂട്ടുന്നതിനേക്കാൾ, അമിതമായി വാരിക്കോരി കൂട്ടുന്നതിനേക്കാൾ, അമിതമായി ലഭിക്കുന്നതിനേക്കാൾ മനസ്സിന് സന്തോഷമാണ്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണേ നബിയുനാ റസൂലുള്ളാഹി. മനുഷ്യന്മാര് സമ്പാദിക്കാൻ പോണത് 3 കാര്യത്തിനാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി വമുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ കമാ ഖാല റസൂലുള്ളാഹി. സലാത്ത് ചൊല്ലാൻ വേണ്ടി 3 പിള്ളേരെ ഇരുത്തിയിട്ടുണ്ട്. പിറകോട്ടുള്ളവർ അതുകൊണ്ട് ആരും ചൊല്ലണ്ട കേട്ടോ, അവർ കറക്റ്റായിട്ട്. എന്നാലും പൈസ കൊടുത്ത് തമിഴ്നാട്ടിൽ മരിക്കുമ്പോൾ കരയാൻ വേണ്ടി ചില ആൾക്കാർക്ക് പൈസ കൊടുത്ത് അക്കച്ചിമാരെ കൊണ്ടുവരും. എൻ കണ്ണൻ പോയിട്ടാരേ കണ്ണാ, നീ എൻ കണ്ണനെ എണ്ണി താൻ കിടക്കുമാ, എൻ കണ്ണ എങ്ങമ്മ കടവുളേ നീ ഇന്നെണ്ണ. ഒരു ബന്ധവും കാണത്തില്ല. എല്ലാം കഴിഞ്ഞ് പൈസ കുറഞ്ഞു പോയി. എന്നെപ്പാ എന്നെ അവളെ നേരം കളയാൻ പറയാം, കണ്ണെല്ലാം വിളിച്ചേ നീ ഇവളെയാ കാശ് കൊടുക്കറേ. പൈസ കുറഞ്ഞു പോയാല് തമിഴ്നാട്ടിൽ അങ്ങനെ പറയില്ലേ, ഇത്രയും കരഞ്ഞില്ലയോ, ഞാൻ ഇത്ര കണ്ണുനീര് ഇല്ലാത്ത കണ്ണുനീര് ഞാൻ ഒപ്പിച്ചത്. എൻ്റെ കണ്ണുനീര് തരുമ്പോൾ ഞാൻ ഉള്ളിയെടുത്ത് ഞാൻ വെങ്കായം പൊരട്ടി അവിടെ അളവം പോയിട്ട് നീ എന്നെ കാശ് കമ്മിയാ. തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞ പോലെ സലാത്ത് എൻ്റെ ആൾക്കാരെ വരെ കൊണ്ടിരുത്തിയിട്ടുണ്ട്, ബാക്കിയുള്ളവർ വേണ്ടുന്നുണ്ട്. സലാത്തിനോട് നമുക്കൊരു മഹത്വം വേണ്ടേ? പിന്നെ ഈ വരക്കം കണ്ടപ്പോഴത്തേക്ക് അങ്ങ് എനിക്ക് ഉഷാറ് കയറുമെന്നായിരിക്കും എൻ്റെ അർത്ഥം.
മുഹമ്മദ് എന്നെ ഇവിടെ ഇരുന്നിട്ട് ഇന്തിഷാറാക്കുക. ആളുകൾ വരുന്ന കണ്ടില്ലയോ എന്ന്. ഭയങ്കര ഈ ബർസഖിന്റെ കഥവ് അടച്ചു വെച്ചേക്കുവായിരുന്നു, അതിപ്പോൾ തുറന്നു വിട്ട്. അപ്പം അങ്ങനെ കുറേ പേര് ഓടി ഇങ്ങോട്ട് കയറി വരികയാണ്. എൻ്റെ അല്ലാ, വേളാവൂര് ഞാൻ എത്ര കണ്ടതാ, എനിക്കറിഞ്ഞൂടെ ഈ വേളാവൂരെന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ പണ്ട് പോലെ എനിക്ക് ഈ ആളുകളെ കണ്ടിട്ട് പ്രസംഗിക്കുന്ന ഒരു ശൈലി എനിക്കില്ല. ഉള്ളവർ ദീൻ കേൾക്കാൻ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ശൈലി എനിക്കുള്ളത്. കാസർഗോഡ് 10,000-15,000 പേരും കൂടും, എന്നാലും ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂറേ സംസാരിക്കാറുള്ളൂ. എനിക്ക് ആൾ കൂടുന്നത് കൊണ്ട് എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് കൂടും, ആൾ കുറയുന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് കുറയും. ആ ഒരു പരിപാടി നമുക്കില്ല. നമ്മൾക്ക് ഇൻട്രസ്റ്റിനല്ലല്ലോ പ്രസംഗിക്കുന്നത്. ഇൽമുകൾ പഠിക്കുക, പഠിപ്പിക്കുക, മനസ്സിലാക്കുക, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അല്ല ആളുകൾ വരിക വരാതിരിക്കുക എന്തോ ആകട്ടെ, നമുക്ക് അതിനകത്തൊരു വിഷയമില്ല. ഇൽമു കേൾക്കാൻ താല്പര്യമുള്ളവരുടെ എത്തിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അവർക്ക് വേണ്ട നസീഹത്തുണ്ട്, ദുആർക്ക് നമ്മൾ പോകും ഇൻഷാ അല്ലാഹ്. അപ്പൊ നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്താ, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, ഒരാൾക്ക് നേരം വെളുക്കുമ്പോ അവന്റെ കുടുംബത്തിൽ സ്വസ്ഥത ലഭിച്ചാൽ. നമുക്ക് കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് സമ്പാദിക്കുന്നത്. കുടുംബത്തിൽ എല്ലാവർക്കും ഒരു റാഹത്ത് കിട്ടണം, കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ റാഹത്തോടെ നടക്കണം. ശാരീരികമായി ഒരാൾക്ക് ആഫിയത്ത് ലഭിച്ചാൽ, ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹം കുടുംബത്തിൽ സ്വസ്ഥത, ശാരീരികമായി ഒരു രോഗവും ഇല്ല, റാഹത്ത്. അന്നന്ന് കഴിക്കാനുള്ള വിഭവത്തിനുള്ള സമ്പത്തും ലഭിച്ചാൽ, ദുനിയാവ് മുഴുവനും കരസ്ഥമാക്കിയവനെ പോലെയാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? ഈ 3 കാര്യം ഒരാൾക്ക് കിട്ടിയാൽ ദുനിയാവുള്ള മുഴുവൻ അവന് കിട്ടിയവനെ പോലെയാണ്. ഒന്ന് സ്വസ്ഥത, കുറെ പണമുണ്ട്, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, ശരീരത്തിന് ആരോഗ്യവും ഇല്ല, ഭയങ്കര രോഗം രോഗം രോഗം, മാനസികമായ ടെൻഷൻ. ഈ പണമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? MK യൂസുഫ് അലിക്ക് ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ പോലെക്ക് അത്ര നീട്ടിയാലേ, കാരണം ഇനി അറ്റം പോലെ അറ്റം വരെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ ഓരോ വ്യക്തികൾ, ഇപ്പൊ അയാളെ മാത്രം ഉദാഹരണങ്ങൾ പറഞ്ഞേ ഉള്ളൂ, ഒരുപാടുണ്ട്. സ്വസ്ഥമായിട്ട് വീട്ടിൽ വന്നിരുന്ന് മരച്ചീനിയും ഇത്തിരി മത്തി എല്ലാം കൂടെ ഒന്ന് ചുട്ടുവരച്ച് തിന്നാൻ പറ്റുള്ള സാഹചര്യം ഉണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലൈറ്റിലാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഏതെങ്കിലും എയർപോർട്ടിലായിരിക്കും, വൈകിട്ട് ഏതെങ്കിലും ഹോട്ടലിലായിരിക്കും. റാഹത്തായിട്ടൊന്ന് കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഓട്ടം ചാട്ടം ബിസി. ഞാൻ പറയാണ്, ബിസി പറയാണ്. ഒരുപാട് സമ്പത്തുകൾ, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന നമുക്ക് സ്വസ്ഥമായി തന്റെ ഭാര്യയുടെ അടുക്കൽ വരാനോ, ഭാര്യയുമായി ബന്ധപ്പെടാനോ, കുടുംബപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം എന്താ? ഇവിടുത്തെ കണക്ക്. ഒരു മോല് പണ്ടൊക്കെ ഓരോരുത്തർ ഓരോ മൊബൈലും നടന്ന്, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒന്നിന് മോളി ഒന്നും കൂടെ വെച്ച് 2 എണ്ണം, പിന്നെ ഒന്ന് കാറിൽ, ചിലപ്പോൾ ഒന്ന് പോക്കറ്റിനകത്ത് വേറെയും കാണും, 2, 3. കാരണം ഡബിൾ സിം ഇറക്കിയിട്ടും അതും ശരിയാവുന്നില്ല. 6 സിം 7 സിം വരെയുള്ള മൊബൈൽ വരെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഇത് വിളിച്ച് മനുഷ്യനെ എത്രയും പെട്ടെന്ന് അടിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഈ 2, 3, 4 സിം ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതൊന്നും പ്രശ്നമില്ല എന്നുള്ള കാര്യം. കുറച്ച് നാളൊക്കെ ഇങ്ങനെ കഴിയും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഹലോ എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കണം, പണ്ട് ഉപ്പന്മാർ വിളിക്കുന്നത് പോലെ വെച്ചു കൊടുക്കുന്നത് പോലെ. ശാസ്ത്ര ഗവേഷകർ പറഞ്ഞിരിക്കുന്നത് 1 മണിക്കൂർ ഒരു മൊബൈലിന്റെ പിന്നിൽ ഒരു കാടമുട്ട വെച്ചാൽ 1 മണിക്കൂർ വരെ കൊണ്ട് ഒരാൾ സംസാരിച്ചാൽ അത് പുഴുങ്ങി കിട്ടുമെന്നാണ്. ഒരു മൊബൈലിന്റെ പിന്നിൽ ഒരു കാടമുട്ട വെച്ച് 1 മണിക്കൂർ സംസാരിച്ചാൽ ആ മുട്ട പുഴുങ്ങാൻ പറ്റുമെന്ന്, പുഴുങ്ങിപ്പോകുന്നു. അത്രയ്ക്ക് എഫക്റ്റ് ആണിത്. അപ്പൊ ഇങ്ങനെ ബിസിയാണ്. അതുകൊണ്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫൈന്നമാ ഖല്ല വഖഫാ ഖൈറും മിമ്മാ കസറ വൽഹാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിലാണ് ബർക്കത്ത്, അതാണ് ഖൈർ, അതാണ് സന്തോഷം. ലൈസൽ ഗിനാ അൻ കസറത്തിൽ ഗറർ. കുറേ സമ്പാദ്യങ്ങൾ കൂടലല്ല മാനസിക ഐശ്വര്യം. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. മാനസിക ഐശ്വര്യമാണ് സാമ്പത്തികമായ ഐശ്വര്യത്തെക്കാൾ ഏറ്റവും വലുത്. മാനസികമായ ഐശ്വര്യം, നമുക്ക് മാനസികമായ ഒരു റാഹത്ത് കിട്ടണം, അതാണ് ഏറ്റവും വലിയ റാഹത്ത്. മാനസികമായ റാഹത്ത്.
കുറെ പൈസ ഉണ്ട്, പക്ഷെ ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സാമ്പത്തികമായി കഴിവുള്ളവൻ, സാമ്പത്തിക സ്രോതസ്സിന്റെ ഉടമകൾ, സാമ്പത്തികത്തിന്റെ മടിത്തട്ടിൽ കിടന്ന് ജീവിക്കുന്നവർക്ക് എപ്പോഴും 3 കാര്യം അവരെ അലട്ടിക്കൊണ്ടിരിക്കും. ഹമ്മുൻ ലാസിമുൻ, ഹമ്മുൻ ലാസിമുൻ, നിരന്തരമായ ഒരു ടെൻഷൻ, അല്ല ഒരു വിഷമം, ഇങ്ങനെ വല്ലാത്തൊരു ഒപ്രാള ഹമ്മ, വല്ലാത്തൊരു ഹമ്മ, ഒരു ദുഃഖം പോലെ. നിരന്തര ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. അവിടെ പൈസ കൊടുക്കണം, അവിടുന്ന് പൈസ കൊടുത്ത് അടുത്ത ബാങ്കുകാരന് പൈസ കൊടുക്കണം, ഇന്നവന് പൈസ കൊടുക്കണം, അവന് പൈസ കൊടുക്കണം, അവിടെ കൊടു ഇവിടെ കൊടു, മൊത്തം റാഹത്തില്ല, ഭയങ്കര ടെൻഷൻ. ഒരിക്കലും വിട്ടുമാറാത്ത ക്ഷീണം. ഈ 3 കാര്യം സമ്പന്നരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു. ഈ 3 കാര്യം ഹസ്റത്തുൽ ലാ തൻഖളി, വിട്ടുമാറാത്ത തീരാ നഷ്ടം. വലിയൊരു മെഡിക്കൽ കോളേജിന്റെ ഉടമ 50 ലക്ഷം രൂപ വിലയുള്ള കാറിൽ സഞ്ചരിക്കുകയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ സംഭവം ഞാൻ പറയുന്നത്. ഭയങ്കരമായ AC ഇട്ട് പോകുന്നു. ഡ്രൈവർ ഫ്രണ്ടിലിരുന്ന് കിടുകിടാ വരയ്ക്കാൻ തുടങ്ങി. സാറേ ഇതൊന്ന് കുറച്ചിടട്ടെ. അയാൾ പറയാം ഒന്നുകൂടെ കൂട്ടിയിടുന്നു. സാറേ ഇതൊന്ന് കുറയ്ക്കട്ടെ, എനിക്ക് തണുക്കുന്നു. നിനക്ക് തണുക്കുന്നു, ഞാൻ പിറകിരുന്ന് വേർക്കാന്ന്. കാരണം എന്താ, നാളെ 50 ലക്ഷം ഒരാൾക്ക് കൊടുക്കണം, ഇത്ര ആൾക്ക് അവിടെ കൊടുക്കണം, മറ്റേ ആൾ അത്ര കൊടുക്കണം. 50 ലക്ഷത്തിന്റെ വണ്ടിയിൽ ആള് സഞ്ചരിക്കുന്നത്. വലിയ സ്ഥാപനത്തിന്റെ ഉടമയാണ്, കോടികൾ കൊണ്ട് കളിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ AC-ക്കകത്തിരുന്നിട്ട് അദ്ദേഹം വിയർക്കുകയാണ്. കാരണം എന്താണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് എനിക്ക് അപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഡ്രൈവർ പറഞ്ഞതാ എന്നോട്. ഡ്രൈവർ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ, അയാൾ എന്നോട് പറഞ്ഞതാണ്. ഞാൻ കൊല്ലത്ത് ജോലി ചെയ്യുമ്പോ, ഹസ്റത്തുൽ ലാ തൻഖളി, നിരന്തര ടെൻഷനാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. നബീന റസൂലുള്ളാഹി തങ്ങളപ്പോ പറഞ്ഞ എന്താ? ഫൈന്നമാ ഖല്ല വഖഫാ ഖൈറും മിമ്മാ കസുറ വഅൽഹാ. രാവിലെ MIT എടുത്തിട്ട് ഒരു വെട്ടി മീനുമായിട്ട് പോയി 10 മണിയാവുമ്പോ 500 റുപ്യ 600 റുപ്യ 1000 റുപ്യ പോക്കറ്റിൽ കിട്ടി വീട്ടിൽ വരുന്ന ചങ്ങാതിക്ക് വല്ല ടെൻഷൻ ഉണ്ടോ? 2000 രൂപയുടെ സാധനം എടുത്ത് 3100 രൂപയ്ക്ക് വിറ്റ് 1100 രൂപ ലാഭം, 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ബാക്കി 1000 രൂപ വീട്ടിൽ റാഹത്ത്. ലോറോസ്കാരം കിട്ടി, സുബൈയും കിട്ടി, അസറും കിട്ടി, മാരു വിഷ എല്ലാം കിട്ടി, റാഹത്ത്. ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. സാമ്പത്തികമായി കൂടുതൽ നമ്മൾ സമ്പാദിക്കാൻ നിൽക്കുമ്പോൾ ടെൻഷൻ കൂടും. അതുകൊണ്ട് ഉള്ളത് സമ്പാദിക്കും. വഅമൽ ദുനിയാ ബിഖദരി ബഖായിക ഫീഹാ വഅമൽ ലിൽ ആഖിറ ബിഖദരി മഖാമിക ഫീഹാ. ദുനിയാവിൽ നീ ജീവിക്കാൻ വേണ്ടി കുറച്ച് നീ സമ്പാദിക്കണേ. ആഖിറത്തിൽ നിനക്ക് സ്ഥിരമായൊരു വീടിന് വേണ്ടി നീ സമ്പാദിക്കണേ. അതിനു വേണ്ടി പ്രവർത്തിക്കണേ, അതിനു വേണ്ടി അമൽ ചെയ്യണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിന് വേണ്ടി സ്ഥിരമായൊരു വീട്, അതിനു വേണ്ടി നീ കഷ്ടപ്പെടുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോകും. അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നമാ അതാകുമുല്ലാഹു അദ്ദുനിയാ ലിതത്ലുബൂ ബിഹൽ ആഖിറ വലം യുതികുമുഹാ ലിതർകുനൂ ഇലൈഹാ. ഇന്നദ് ദുനിയാ തഫ്നീ വൽ ആഖിറതു തബ്ഖാ. മഹാനായ അലി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഇന്നമാ അതാകുമുല്ലാഹു അദ്ദുനിയാ, ദുനിയാവ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് ലിതത്ലുബൂ ബിഹൽ ആഖിറ, ആ ദുനിയാവിലൂടെ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, ദുനിയാവിലൂടെ നിങ്ങൾ സമ്പാദിക്കേണ്ടത്, ദുനിയാവിലൂടെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ആഖിറത്തെയാണ്, പരലോക ജീവിതത്തെയാണ്. വലം യുതികുമുഹാ ലിതർകുനൂ ഇലൈഹാ, ദുനിയാവിനെ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവ് നൽകിയിട്ടില്ല. കാരണം എന്തെന്നറിയുമോ? ഇന്ന ദുനിയാ തഫ്നി, ഈ ദുനിയാവ് നശ്വരമാണ്, നശ്വരമാണ്, ഏത് സമയത്തും നശിച്ചു പോകാം, തകർന്നു പോകാം. വൽ ആഖിറതു തബ്ഖാ, പാരത്രിക ജീവിതമാണ് സുസ്ഥിരമായ ജീവിതം, അവിടെയാണ് സ്ഥിര ജീവിതം, അവിടെയാണ് നിനക്ക് സ്ഥിരമായൊരു സങ്കേതം. ദുനിയാവ് അല്ല, ദുനിയാവല്ല, ആഖിറവാണ്.
ആഖിറത്തിലേക്ക് സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിൽ നമുക്ക് കുറച്ച് സമയം തന്നത്, ജീവിക്കാനുള്ള ഒരു അവസരം തന്നത്, ആഖിറത്തിലേക്ക് വേണ്ടി പോകാൻ. അപ്പൊ അതിന്റെ കവാടമാണ് ഖബർ. ആ ഖബറിലേക്ക് വരുന്ന കവാടമാണ് ഈ ദുനിയാവ്. ദുനിയാവ് റെഡിയായാൽ ഖബർ ഒക്കെ, ഖബർ ഒക്കെയാൽ ആഖിറ ഒക്കെ. പിന്നെ ഒന്നും നീ വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാം ക്ലിയറായി. അതാണ് ആദ്യം ദുനിയാവിനെ നമ്മൾ നന്മയ്ക്ക് വേണ്ടി ചോദിക്കുന്നത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവിൽ നീ നല്ലത് തരയണമേ പടച്ചവനെ, ദുനിയാവിൽ നല്ലത് തരയണമേ പടച്ചവനെ. അല്ലാഹു പഠിപ്പിച്ച ദുആയ, അല്ലാഹു പഠിപ്പിച്ച ദുആയ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലക്ഷോപലക്ഷം ജനങ്ങൾ അറഫാ മൈതാനിയിൽ തടിച്ചുകൂടുമ്പോ ആ അറഫാ സംഗമത്തിൽ അവൻ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യം. മൂന്ന് കാര്യങ്ങൾ ഒരാൾ രക്ഷപ്പെട്ടാൽ അവൻ പിന്നെ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ഒന്ന്, ദുനിയാവിനെ നീ ഞങ്ങൾക്ക് നന്നാക്കി തരേണമേ അല്ലാഹുവേ, ദുനിയാവിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരേണമേ പടച്ചവനെ. ആ ദുനിയാവിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുമ്പോ സാമ്പത്തികമായ ഐശ്വര്യം അതിനകത്തുണ്ട്, ശാരീരികമായ ഐശ്വര്യം അതിനകത്തുണ്ട്. എല്ലാ നിലയ്ക്കുമുള്ള സകലപരമായ അനുഗ്രഹങ്ങളും ആ ദുനിയാവിനെ ചോദിക്കുമ്പോ അതിനകത്തുണ്ട്. പടച്ചവനെ ആഖിറത്തിലും നന്മ നൽകണമേ അല്ലാഹുവേ എന്ന് പറയുമ്പോ ബർസഖിൽ നിന്ന് മൂന്നാമത്തെ വിളിയാളത്തിലൂടെ ബർസഖിൽ നിന്ന് എഴുന്നേറ്റ് ആഖിറത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവേ ആഖിറവും നീ രക്ഷപ്പെടുത്തി തരണമേ പടച്ചവനെ. ആഖിറത്തിൽ സത്യവും മിഥ്യയും അവിടെ വേർതിരിയുന്ന സന്ദർഭത്തിൽ വഖിനാ അദാബന്നാർ, നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ അല്ലാഹ്. ഈ മൂന്ന് കാര്യം മനുഷ്യൻ ചോദിക്കുന്നു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ആയത്തിന്റെ തഫ്സീർ തന്നെ ഒരുപാട് നമുക്ക് സംസാരിക്കാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ദുആരക്കും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബ. ആമീൻ. എന്താ അതിന്റെ വല്ല ആർക്കെല്ലാം മനസ്സിലായോ? എന്താ പറയുന്നത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബ. അവിടത്തേക്ക് വേണ്ടി കുറച്ച് സമ്പാദിച്ച് വെക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. അവന് വെച്ച കൊള്ളാം, എങ്കിലും നമുക്ക് രക്ഷപ്പെട്ടു. അപ്പൊ ദുനിയാവ് റാഹത്താവണം, ആഖിറ റാഹത്താവണം, നരകത്തിൽ നിന്ന് മോചനവും വേണം. ഇത് മൂന്നും കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, എല്ലാ മനുഷ്യനും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. ഒരു മനുഷ്യന്റെ മരണത്തിലൂടെയാണ് ആഖിറത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ആരാണ് വിജയികളെന്നറിയുവോ? ആരാണ് പരാജിതരെന്നറിയുവോ? SSLC പരീക്ഷ എഴുതിയിട്ട് വിജയത്തിന്റെ റിസൾട്ടിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ വിജയമായി നാം അതിനെ കാണുന്നുവെങ്കിൽ +1-ന്റെയും +2-ന്റെയും പരീക്ഷ എഴുതിയിട്ട് വിജയത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമ്പോ അതിൽ നമുക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടിയാൽ അവൻ സന്തോഷത്തോടെ ആനന്ദ നൃത്തം ചവിട്ടുമത്രേ. കാരണം എന്താണ്? ഞാൻ വിജയിച്ചിരിക്കുകയാ. ഗൾഫിലേക്ക് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പോയി പാസ്സായി, വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുന്നു. ഞാൻ പാസ്സായിരിക്കുന്നു, എനിക്ക് 50,000 ഉറുപ്പിക ശമ്പളത്തിലോടുകൂടി എനിക്ക് നല്ല ഒരു ജോലി വിദേശത്തിതാ റെഡിയായിരിക്കുന്നു. സന്തോഷം. PSC ടെസ്റ്റ് എഴുതി, അവന്റെ പേര് വന്നു. അൽഹംദുലില്ലാഹ്, ഭയങ്കരമായ സന്തോഷം. ഞാൻ വിജയിച്ചിരിക്കുന്നു.
ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് വലിയ കമ്പനിയുടെ മുതലാളിക്ക. എൻ്റെ മകളുടെ ജീവിതം അങ്ങ് രക്ഷപ്പെട്ടോട്ടെ. മാമാടെ ആഗ്രഹം എന്താ? എൻ്റെ മോള് വിജയിച്ചു, എൻ്റെ മരുമോ നല്ല ശമ്പളക്കാരൻ, നല്ല കമ്പനി. വാപ്പായും ഉമ്മായും ഒക്കെ മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടും ആനന്ദം, പിന്നെ ആർഭാടം കൊള്ളും, പ്രൗഢി അടിക്കും. എൻ്റെ മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടനിൽ, എൻ്റെ മരുമോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോൾ അങ്ങ് ആറാംകോ കമ്പനിയില്ല. ഓ, അവന് 50,000 60,000 റിയാൽ ശമ്പളമുണ്ട്. ഇയാൾക്ക് കുറ്റുവീടി വാങ്ങിക്കാൻ പൈസ ഇല്ല. ഇവിടെ ഇരിക്കുക വീട്ടിൽ വാപ്പായും ഉമ്മായും, കിളവനും കിളവിയും കൂടെ കുറ്റുവീടി വാങ്ങിക്കാൻ വഴിയില്ലാതിരിക്കുകയാണ്. മക്കളുടെ ഫഹർ പറയൽ അതൊരിക്കലും കുറവില്ല. മക്കൾ എനിക്ക് അവിടെ അങ്ങനെ ഉണ്ട്, എൻ്റെ മോൻ അവിടെയാണ്. അവനല്ലേ സൂചിക്കുന്നത്, കിളവാ നിനക്കെന്ത് പുണ്യം. കിളവനും കിളവിയും ഇവിടെ എവിടെ കിടക്കുന്ന ഏതെങ്കിലും അഭയ കേന്ദ്രത്തിൽ, വൃദ്ധസദനത്തിൽ. മക്കളെവിടെ? അവർ അടിച്ചു പൊളിച്ച് അവരവിടെ സൂചിക്കുന്നത്. എന്തിനാ ഇവനെയൊക്കെ ഉണ്ടാക്കാൻ പോയ? വല്ല ഫായതയുണ്ടോ? വാപ്പായും ഉമ്മായും ധരിക്കുന്ന എന്താ? എൻ്റെ മോൻ അവിടെ, എൻ്റെ മക്കൾ ഇവിടെ. ഇങ്ങനെ പ്രൗഢി അടിച്ചിട്ട് കാര്യം എന്താ? തകാസുറും ബൈനക്കും വതഫാഖുറും ബൈനക്കും ഫിൽ അംവാലി വൽ ഔലാദ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും ജനങ്ങൾ പ്രൗഢി നടിക്കും. അതാണ് ദുനിയാവ്. കുറെ സമ്പന്നരും ഡോക്ടർമാരുള്ള ഒരു വീട്ടിൽ ഞാൻ ഈ അടുത്ത സമയത്ത് പോയി. ഒരു വാപ്പായും ഒരു ഉമ്മായും മാത്രം. നിസ്കാര വിഭാഗത്തുള്ള മനുഷ്യനാണ് വാപ്പായും ഉമ്മായും, ഭയങ്കര വിഭാഗത്തുള്ള മനുഷ്യരാണ് രണ്ടുപേരും. വാപ്പാക്ക് സുഖമല്ല, ഉമ്മാക്ക് സുഖമല്ല. വളരെ വിഷമത്തോടു കൂടി കുറെ കാര്യങ്ങൾ ഇരുന്ന് പറയുക. മക്കളിങ്ങനെ എപ്പോഴും അവരാഴ്ചയിൽ എപ്പോഴെങ്കിലും ഒന്ന് വന്ന് ഗുളിയൊക്കെ ഒന്ന് തന്നു അവർ പോകും ഉസ്താദെ. അങ്ങനെ സംസാരിക്കാൻ പോലും വയ്യ. ഒരു ജോലിക്കാരി എങ്കിലും അവിടെ നിർത്താനുള്ള ഒരു മാനസിക അവസ്ഥ പോലും ആ മക്കൾക്കില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി. എല്ലാവരും ദീൻ. എന്താ ഈ ദീൻ? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? 5 നേരം നിസ്കാരമുള്ളവൻ ദീൻ, താടി വെച്ചു ദീൻ, തൊപ്പി വെച്ചു ദീൻ, ബാങ്ക് വിളിച്ചോണ്ട് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു ദീൻ. ഇതാണ് നമ്മൾ ദീൻ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ബാക്കി ഉമ്മ എവിടെ കിടന്നോട്ടെ, വാപ്പ എവിടെ കിടന്നോട്ടെ, ഉമ്മാന്റെയും അപ്പാന്റെയും കാര്യം നോക്കേണ്ട കാര്യമില്ല. അതാരെങ്കിലും ഒക്കെ നോക്കിക്കൊള്ളും. കച്ചവടത്തിൽ കളവ് പറയാം, അല്ലെങ്കിൽ വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കാം, പലിശ അടി കൂടെ വാങ്ങാം. അത് ഗവൺമെന്റ് ഇൻട്രസ്റ്റ് ആയിട്ട് തരുന്നതാണ്. അത് ഇൻട്രസ്റ്റ് എന്ന് പേരാണെങ്കിലും അത് ലാഭവിഹിതമാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ന്യായം കണ്ടെത്താം. ഇവിടെ എല്ലാം നമ്മൾ മസല സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. നിസ്കാരം കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ സാമ്പത്തിക വ്യവസ്ഥ വരുമ്പോൾ നമ്മൾ ആകെ മൊത്തം തകടം മറിഞ്ഞു പോകും. അവിടെ വേറെ മസലകൾ കണ്ടെത്തുകയാണ്. ഇതാണ് നമുക്ക് അനുഭവിക്കുന്നത്. ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുടെയും ഒരുപാട് ദീനീ പ്രവർത്തകരുടെയും മാതാപിതാക്കൾ ഒറ്റയ്ക്ക് വീടുകളിൽ കഷ്ടപ്പെടുന്ന രംഗം ഈ വിനീതനറിയാം. എന്തിനാ മക്കളെ കുറിച്ച് പറയുമ്പോൾ വാപ്പ പറയുന്നത്? എന്റെ മക്കൾ അവിടെയാണ്, എന്റെ മോൻ അവിടെയാണ്, മോനും മരുമോളും അവിടെയാണ്, കല്യാണം എല്ലാം കഴിച്ച് അവർ സന്തോഷമായിട്ട് കഴിഞ്ഞു കൊടുന്ന് അൽഹംദുലില്ലാ അവർ റാഹത്തായിട്ട് കഴിയട്ടെ ഉസ്താദ്. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇനിയിപ്പോ എന്താ ഉള്ളത്? ഞങ്ങളുടെ എല്ലാം ബാറ്ററി പീസായി പോയില്ലയോ? ഉള്ളതൊക്കെ മതി, ഞങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവാം. മക്കള് വാപ്പായും ഉമ്മയും പറയുന്ന വാക്ക, അവര് പീസായി. ഇനിയിപ്പോ എന്താ വേണ്ട, മൂക്കി പഞ്ഞു വയ്ക്കാൻ സമയമായി. ഇനി മക്കൾ ഈ പഞ്ഞു വെക്കുമ്പോ ഓടി വരും, അടക്കല്ലേ ഇതാ വരുന്നത്, ഇപ്പൊ ഫ്ലൈറ്റ് ഇപ്പൊ ഇറങ്ങും. വാപ്പ മരിച്ച് വാപ്പാടെ മയ്യത്ത് കൊണ്ട് കബറിനകത്ത് വെക്കുമ്പോ ചീറി പാഞ്ഞ് കാറിനകത്ത് ഷൂ ഓടി വന്നിട്ട് വാപ്പ മണ്ണൊക്കെ മാറ്റി എന്താ? എന്ത് മനുഷ്യനാ, എന്ത് വാപ്പയോട് എന്ത് ഉത്തരവാദിത്വം. അവന്റെ കരച്ചിൽ കട്ടയും വിചാരിക്കും, ഓ ഇത്ര വാപ്പ മെഡിക്കൽ കോളേജിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി. ആ സമയം പോലെ നിന്നെ വിളിക്കുന്നില്ല, വാപ്പ മെഡിക്കൽ കോളേജിലാ, ചിലപ്പോൾ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് എന്തോ അടിച്ചു പോകുന്ന പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറബി എടുത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പിടിച്ചിട്ടുണ്ട്, കിട്ടുന്നില്ല, അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ കിട്ടും, അങ്ങനെ കിട്ടും. എവിടെ കൊടുത്തിട്ടുണ്ട്? അടിക്കാൻ കൊടുത്തിട്ടുണ്ട് പോലും കിട്ടിയില്ല. മരിച്ചു എന്ന് കാണുമ്പോൾ പെട്ടെന്ന് അടിച്ചു കിട്ടും. അതങ്ങനെ മരിച്ചെന്ന് കാണുമ്പോൾ പെട്ടെന്ന് അടിച്ചു കിട്ടും. മരിക്കുന്നതിന് മുമ്പ് വാപ്പായ ജീവനോടൊന്ന് കാണാൻ വേണ്ടി കൊടുക്കുമ്പോൾ അടിച്ചാൽ കിട്ടൂല. ഇനി ചില ആളുകളുണ്ട്, ഇനി മരിച്ചെന്ന് കണ്ടാലും ഞാൻ എപ്പോഴാണ് രാവിലെ ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, കാരണം ഇനി ഞാൻ അങ്ങ് എത്തിയുമ്പോൾ ഏകദേശം വൈകിട്ടാവും. ഇനിയിപ്പം വെറുതെ അവിടെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, മരിച്ചു പോയില്ലയോ. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും ഉസ്താനെ പള്ളിയിൽ ഉസ്താനെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് അവിടുത്തെ 1000 രൂപ എടുത്ത് കൊടുത്ത് എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് റാഹത്താക്കി ഒന്ന് അടക്കിയായിരുന്നു. ഉസ്താക്കന്മാരെല്ലാം ഓട്ടോറിക്ഷയാണല്ലോ, ഇങ്ങോട്ട് വിളിച്ച ഓട്ടത്തിന് പെട്ടെന്ന് ഒരു 10 രൂപയ്ക്ക് ഒരു ഉസ്താദ്, ഒരു യാസീൻ, ഒരു 20 രൂപയ്ക്ക് ഒരു യാസീൻ ഓതി ഉസ്താദ്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടി വിധിക്കപ്പെട്ടു പോയി ഉസ്താദന്മാരാ ഉത്തരം. ഞാൻ കരുനാഗപ്പള്ളിയിൽ ജോലി നോക്കുമ്പോ ഒരു ചങ്ങാതി വന്നിട്ട് വാപ്പാന്റെ കബർ മോദിന്റെ ചോദിക്കുന്നു, എന്റെ വാപ്പാടെ കബർ അവിടെ. 5 വർഷം മുമ്പ് വാപ്പാന്റെ കബർ അടക്കപ്പോ അവനുണ്ട് അവിടെ. അപ്പൊ 5 വർഷത്തിന് ശേഷം വാപ്പാന്റെ കബർ പറഞ്ഞ മോദിന് ചോദിക്കാം, മോദി സാഹിബ് എന്റെ വാപ്പാടെ കബർ എവിടെയാണ്?
ഞാൻ നേരിട്ട് കേട്ട, നിങ്ങൾ തമാശക്കല്ല പറയുന്നത്, ഞാൻ ഈ കാര്യം ലാഖൂലുൽ ഹക്ക് ഞാൻ പറയുന്ന അനുഭവങ്ങളാണ്, ഞങ്ങൾ ചിരിക്കാൻ പറയല്ല, എൻ്റെ ജീവിതത്തിൽ കണ്ട ഓരോ അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത്. അവൻ വന്നിട്ട് ചോദിക്കാം മോദി സാഹിബിൻ്റെ അടുത്ത്, മോദീനെ അറിയാമല്ലോ, കാരണം എല്ലാ മുൻഗണനക്കാരനേക്കാളും കൂടുതൽ മയ്യത്തുമായിട്ട് ബന്ധപ്പെടുന്നത് മോദിമാരാണ്. അപ്പൊ അതുകൊണ്ട് മോദിമാർക്ക് കറക്റ്റായിട്ട് അറിയാം ഏത് മയ്യത്താണെന്നുള്ളത്. അപ്പൊ കരുനാഗപ്പള്ളി ജമാഅത്തിലെ ഒരു സഹോദരന്റെ, ഗൾഫുകാരനായ ഒരു സഹോദരന്റെ വാപ്പാന്റെ ഖബർ മുഅദ്ദിന്റെ അടുത്ത് ചോദിക്കുകയാണ് എവിടെയാണ് ആ ഖബർ എന്നുള്ളത്. വാപ്പായായിട്ട് എന്ത് ബന്ധം? വാപ്പായായിട്ട് എന്ത് ബന്ധം? മരിച്ചുപോയാൽ നമുക്ക് വാപ്പ ഇല്ലേ, ഉമ്മ ഇല്ലേ, ഭാര്യയില്ലേ, ഭർത്താവില്ലേ, മക്കളില്ലേ? നിങ്ങൾ ധരിക്കുന്ന എന്താ, ഈ ഭൂലോകത്ത് വെച്ച് വാപ്പ മരിച്ചാൽ ഇനി വാപ്പായെ കാണാൻ പറ്റൂല, എന്റെ ഭർത്താവ് മരിച്ചുപോയാൽ എനിക്ക് ഇനി ആ ഭർത്താവിനെ കിട്ടൂല, എന്റെ ഭാര്യ മരിച്ചുപോയാൽ എനിക്ക് ഇനി ആ ഭാര്യയെ കിട്ടൂല, എന്റെ മക്കൾ മരിച്ചുപോയാൽ എനിക്ക് ഇനി ആ മക്കളെ കാണാൻ കഴിയില്ല എന്ന് ആരെങ്കിലും മുസ്ലിം സമുദായം വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ആ വിശ്വാസം തെറ്റാണ്. മുസൽമാനായ വിശ്വാസിയായ വിശ്വാസിനിയായ സഹോദരീ സഹോദരങ്ങളാണെങ്കിൽ നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ ആത്മാക്കളുമായി സംസാരിക്കാനുള്ള അവകാശം അല്ലാഹു അർശിലും തരും, ഖബറിലും തരും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ഇന്നൽ മയ്യിത യസ്തബ്ശിറു ബിഹി വലദുഹു. ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ വാപ്പ ആദ്യമാണ് മരിച്ചു, രണ്ടാമത് അവന്റെ മക്കൾ മരിച്ചുവെങ്കിൽ ആ ഖബറിനകത്ത് ആ വാപ്പ മക്കളെ കണ്ട് സന്തോഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വാപ്പ ആദ്യം ദുബായിക്ക് പോയി, 6 മാസം കഴിഞ്ഞ് മക്കള് ദുബായിക്ക് വന്നു. അപ്പൊ എന്ത് സന്തോഷമായിരിക്കും വാപ്പാക്കും മക്കൾക്കും. മോനെ സുഖാന്നടാ, അവിടെ എന്തുണ്ട് വിശേഷടാ, മക്കത്തുൽ മുക്കറമൊക്കെ എവിടം വരെ ആയടാ, അതിപ്പോ മദീന മുനവ്വറ ആവുന്ന ലക്ഷണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വാപ്പ. പവർ കൂടുതൽ കുറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ സന്തോഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട് പോയി പറയുന്നത് പോലെ വാപ്പ മരിച്ചു ഖബറിനകത്താണ്. ആ വാപ്പായുടെ മരണശേഷം 1 വർഷമോ 2 വർഷമോ 5 വർഷത്തിനോ ശേഷം മക്കൾ മരിച്ചുപോയാൽ സ്വാലിഹീങ്ങളായ വാപ്പയും മക്കളുമാണെങ്കിൽ അവരുടെ വാപ്പായെ, അവരുടെ മക്കളെ ഖബറിനകത്ത് വെച്ച് കാണാനും സംസാരിക്കാനുമുള്ള അവസരമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ വിശ്വസിക്കാത്ത വിശ്വാസികൾക്ക് ഖബറിൽ സംസാരിക്കാനുള്ള അവകാശമില്ല. സഹാബത്ത് ചോദിച്ചു, ഹൽ യതകല്ലമുൽ മൗത? നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ മരിച്ചവർ സംസാരിക്കുമോ നബിയെ ഖബറിനകത്ത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം വഹും യതസാവറൂൻ. സാലിഹീങ്ങളാണെങ്കിൽ അവർ ഖബറിനകത്ത് അവരുടെ ആത്മാക്കൾ തമ്മിൽ സന്തോഷത്തോടുകൂടി അവർ നാട്ടുകാര്യങ്ങൾ പറയും എന്ന് നബിയുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നൽ അബ്ദ ഇദാ മാതാ ദഹബ ബിഹി ഇലാ അർവാഹിൽ മുഅ്മിനീൻ. ഒരു സത്യവിശ്വാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ആത്മാവുമായി മാലാഖമാർ വാനലോകത്തേക്ക് പോകുമത്രേ. അതായത് ഇല്ലിയോൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമത്രേ. ദുനിയാവിൽ ഒരാൾ മരിക്കുമ്പോ 2 രീതിയിലാണ്. സ്വാലിഹീങ്ങളായ മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അവന്റെ ആത്മാവിനെ കൊണ്ടുപോയി രേഖപ്പെടുത്തുന്നത് 7ാം ആകാശത്തിന്റെ മുകളിൽ ഇല്ലിയൂൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരു വലിയ ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ പറയുന്നു, ഹത്താ യന്തഹി ബിഹാ ഇല സമാഇ സാബിആ. 7ാം ആകാശത്തിലാണ് ഇല്ലിയോൻ. ഫയുഖാലു പറയപ്പെടുകയാണ്, ഉക്തുബു കിതാബഹു ഫീ ഇല്ലീൻ. ദുനിയാവിൽ വെച്ച് മരണപ്പെട്ടു പോയ മനുഷ്യൻ സാലിഹായ മനുഷ്യനാണെങ്കിൽ അവന്റെ ആത്മാവിനെ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തണമേ എന്ന് അല്ലാഹു പറയുമ്പോ, വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുൽ മുഖറബൂൻ.
സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ സാക്ഷ്യം വഹിക്കുന്ന ഒരുമിച്ച് കൂടുന്ന സങ്കേതമാണ് ഇല്ലിയൂൻ. ആ ഇല്ലിയൂനിൽ അവന്റെ ആത്മാവിനെ രേഖപ്പെടുത്തണമേ എന്ന് അള്ളാഹു പറയുകയാ. അങ്ങനെ ഫയുക്തബു കിതാബഹു ഫീ ഇല്ലിയൂനിൽ അവന്റെ ഗ്രന്ഥം രേഖപ്പെടുത്തുകയാണ്, അവന്റെ ആത്മാവിനെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുകയാ. ഒരാൾ മരിച്ചു കഴിഞ്ഞാല് ആ മരിച്ച സമയത്ത് ആ റൂഹിനെ പിടിച്ച് സ്വാലിഹാണെങ്കിൽ ഹത്താ യന്തഹി ബിഹാ ഇല സമായി സാബിയ, 7ാം ആകാശത്തിലുള്ള ഇല്ലിയൂനിൽ കൊണ്ടുപോയി ശേഖരിച്ചു വെക്കും. കാഫിറാണെങ്കിലോ അവന്റെ ആത്മാവിനെ കൊണ്ട് 7ാമത്തെ ഭൂമിയുടെ അടിയിലുള്ള സിജീനിൽ രേഖപ്പെടുത്തും. അതുവരയ്ക്കും ആളിങ്ങനെ മയ്യത്തായിട്ട് ഇങ്ങനെ കിടക്കും, അനക്കൊന്നുമില്ല, ഇങ്ങനെ മിണ്ടാതെ കിടക്കും. പക്ഷെ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ അവനെ ആരെല്ലാം കാണാൻ വരുന്നു, ആരാണ് കുളിപ്പിക്കുന്നത്, എന്തൊക്കെ സംസാരിക്കുന്നു എന്ന കാര്യം മുഴുവനും ആ മയ്യത്തിന് അറിയാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല, എല്ലാം അറിയാം, പ്രതികരിക്കാൻ കഴിയുന്നില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഉലിയൽ ജനായിസു ഫഹതമലഹർ റിജാലു അലാ അനാഖിഹിം ഫഇൻ കാനത് സാലിഹാ قالت يا ويلهم قدموني ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭൂമിയിൽ ഒരാൾ മരിച്ചു വീണാൽ ഇദാ ഉലിഅത്തിൽ ജനായിസു ഫഹതമലഹർ റിജാലു അലാ അനാഖിഹിം, ജനങ്ങളെല്ലാം ആ മയ്യത്തെടുത്തുകൊണ്ട് അവരുടെ തോളിൽ വെച്ചുകൊണ്ട് അവർ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഫൈൻ കാനത് സാലിഹാ, ആ മയ്യത്ത് സാലിഹായ മയ്യത്താണെങ്കിൽ, കലിമ ചൊല്ലി മരിച്ച മയ്യത്താണെങ്കിൽ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മാനിച്ച് ജീവിച്ച് മരിച്ച മയ്യത്താണെങ്കിൽ, ഖാലത്ത് ലിഅഹ്ലിഹാ, ആ മയ്യത്തും വഹിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യരോട് ആ മയ്യത്ത് കട്ടിലിൽ കിടന്ന് വിളിച്ചു പറയുമത്രേ, ഖദ്ദിമോനീ എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണമേ, വേഗത്തിൽ കൊണ്ടുപോകണമേ എന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൈൻ കാനത് ഗൈറ സാലിഹാ, സാലിഹല്ലാത്ത മയ്യത്താണ് മരിച്ചു വീണതെങ്കിലോ, സാലിഹല്ലാത്ത മനുഷ്യനാണ് മരിച്ചു വീണതെങ്കിലോ, നമസ്കാരമില്ലാത്ത മനുഷ്യനാണ്, പലിശ വാങ്ങിയവനാണ്, കള്ളുകുടിയനാണ്, സിനിമാ സീരിയലുമായി ബന്ധപ്പെട്ട് കിടന്ന് മരിച്ചു പോയവനാണ്, അവന്റെ മയ്യത്തെടുത്തുകൊണ്ട് ജനങ്ങൾ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ആ ഖബറിനകത്തേക്ക് പോകുന്ന മനുഷ്യനതാ ആ സന്തൂക്കില് കിടന്നിട്ട് വിളിച്ചു പറയുകയാണ്, യാ വൈലഹും, നിങ്ങൾക്ക് നാശം, ഐന തദ്ഹബൂന ബിഹാ, എവിടേക്കാണ് എന്നെയും വഹിച്ചു കൊണ്ടുപോകുന്നത്, അഖിറൂനീ കൊണ്ടുപോകല്ലേ, എന്നെ എന്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോ, എന്നെ കൊണ്ടുപോകല്ലേ. നല്ലവനാണെങ്കിലോ? അതുകൊണ്ട് നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ നല്ലപോലെ ശ്രദ്ധിച്ചോ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സിനിമയിലെ മരണമല്ലേ കണ്ടിട്ടുള്ളത്. സഞ്ജയ് ദത്ത് ഒറിജിനൽ ജയിലിൽ കയറിയപ്പോ സിനിമയിൽ എത്ര ജയിലിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ടോ? ജയിൽ വാർഡനെ പോലും പിടിച്ചു എന്നെല്ലാം പറയും. സിനിമയിൽ അത് നടക്കും. ജയിലിൽ വാർഡനെ പൊക്കിയെടുത്ത് അടിക്കാനാണ് എന്നെ കഴിക്കാണ്. ഇപ്പൊ ഒറിജിനൽ സാധനത്തിൽ പോയപ്പോ പൊട്ടിക്കരയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ സിനിമയിൽ ഒരുപാട് മയ്യത്തിന് സാക്ഷ്യം വഹിച്ച ഒരമ്മൾ, സിനിമയിൽ ഒരുപാട് മയ്യത്തിന് സാക്ഷ്യം വഹിക്കും, പൊട്ടിക്കരയും, മൂക്കി പഞ്ഞി വെക്കും. പക്ഷെ ഇടയ്ക്കുള്ള ശ്വാസം പോകും, ഒറിജിനലായിട്ട് വെക്കൂല.
അപ്പൊ അതൊക്കെ സംഭവം റെഡിയാണ്. ഒറിജിനലായിട്ട് വെക്കുന്ന ഒരു സാഹചര്യം വരും മക്കളെ, അത് ശ്രദ്ധിക്കാനായി പറയുന്നത്. ഹദീസ് ഓതി പറയാം, കേട്ടോ, വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഹളറത്തിൽ ഇൻസാനൽ വഫാത്തു, ഒരു മനുഷ്യന് വഫാത്ത് ഹാളിറായാൽ, മനുഷ്യൻ മരിക്കാറായി കിടക്കുമ്പോ അങ്ങനെ മരിക്കാൻ പോവാ, മലക്കളൊക്കെ വന്നിരിക്കുകയാണ്. ഇദാ ഹളറത്തിൽ ഇൻസാനൽ വഫാത്തു, ഒരു മനുഷ്യന് വഫാത്ത് ഹാളിറായാൽ, സമയത്തിയാൽ, യുജ്മഉ ലഹു കുല്ലു ശൈഇൻ യംനഉഹു അനിൽ ഹഖ്, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ വഴിപ്പെടാതെ കഴിഞ്ഞുകൂടിയ നിന്റെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഖുർആനോദൽ, സദഖ, ദീനിന്റെ ഓരോ വഴികൾ, ഇതെല്ലാം അള്ളാഹു നിനക്ക് തുറന്നു വന്നിട്ട് അതെല്ലാം ദുനിയാവിന് ഭൗതികതയ്ക്ക് വേണ്ടി നീ മാറ്റിവെച്ചവനല്ലേ? إذا حضرت الإنسان الوفاة إذا حضرت الإنسان الوفاة يجمع له كل شيء يمنعه عن الحق. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിനെ ധിക്കരിച്ച് മരിച്ചു പോകുന്നവനാ. അവൻ മരിക്കാൻ കിടക്കുമ്പോ അവൻ ഏതെല്ലാം അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ തള്ളിപ്പറഞ്ഞുവോ, ഏതെല്ലാം നമസ്കാരങ്ങൾ ഒഴിവാക്കിയോ, ഏതെല്ലാം സദഖാത്തുകളും നന്മയായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയിട്ട് ദുനിയാവിന്റെ പിന്നാലെ ആരൊരാൾ ജീവിച്ചു മരിക്കുന്നുവോ, യംനഉഹു അനിൽ ഹഖ്, ഹഖിൽ നിന്ന് തടഞ്ഞ സകലമാന വിഷയങ്ങളും അവന്റെ രണ്ട് കണ്ണിന്റെ മധ്യത്തിൽ കൊണ്ടുവച്ചു കൊടുക്കും അല്ലാഹു തആല. രണ്ട് മരിക്കാറായി ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബൈക്ക് എടുത്തോണ്ട് പോകുന്നു ചന്തയില്, അതല്ല എന്റെ മുന്നിൽ ഇങ്ങനെ വരുന്നത്. അതാ ബാങ്ക് വിളിക്കാൻ രാവിലെ സുബഹിക്ക് മുമ്പ് എഴുന്നേക്കുന്ന എക്സർസൈസ് ഓടാൻ 6 കിലോമീറ്റർ ഓടാം. ജമാഅത്ത് നിസ്കാരം നടക്കുന്ന പള്ളിയിൽ സലാമേ നിസ്കരിച്ചിട്ട് പോ, ഡോക്ടർ പറഞ്ഞ് നിൽക്കാൻ പാടില്ല, ഇപ്പൊ നിന്ന് പോയാൽ അറ്റാക്ക് വരും, അതുകൊണ്ട് ജമാഅത്ത് കളായാലും നിസ്കാരം കളായാലും കുഴപ്പമില്ല, പോകേണ്ടത് പോകട്ടെ. യന്ത്ര മനുഷ്യൻ പോകുന്ന പോലെ കൈ അങ്ങോട്ട് കാലിങ്ങോട്ട്. ഭാര്യ എങ്ങാണ് ഇക്ക ഒരു ഫോൺ വന്നെന്ന് പറഞ്ഞാൽ ഒറ്റ അടിയാണ്, മുഖവും പോയി എല്ലാം പോയി. ഇങ്ങനെ പോണ പോക്കെ രാവിലെ ഞാനില്ല, വാള് കഴിഞ്ഞിട്ട് രാത്രി വരുമ്പോ ഈ പൊന്നാനി സൈഡിൽ നിന്ന് ഇപ്പൊ പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. പടച്ച റബ്ബേ, തുണിയില്ല, മുണ്ടുമില്ല, ഒന്നുമില്ല. എല്ലാ മനുഷ്യന്മാരെ ജീവിക്കാൻ വേണ്ടി 2 ദിവസം കൂടെ എന്തോരോട്ടോ കാളച്ചന്തയിൽ കാളയെ തെളിച്ചുകൊണ്ട് പോകുന്ന പോലെ വണ്ടിയുടെ നടക്കുന്ന ഹോൺ അടിച്ചാലും പല ആളും മാറില്ല. ഞാൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞേ, 2 വർഷം കൂടെ കൂടുതൽ ജീവിക്കാനല്ലേ നിങ്ങൾ ഓടുന്നത്, ഇതിപ്പോ പെട്ടെന്ന് മരിക്കുന്ന രംഗം എൻ്റെ മുന്നിൽ, എനിക്ക് 2500 രൂപ കോടതി ഇപ്പോൾ അടച്ചാൽ മതി, പക്ഷെ നിങ്ങൾക്ക് ഒന്നും അടയ്ക്കാൻ കിട്ടൂല എന്ന് പറഞ്ഞു. നമ്മൾ ഉറക്കം ഒഴിച്ചിട്ട് രാത്രി വാദം കഴിഞ്ഞിട്ട് കാസർഗോഡ് നിന്ന് വണ്ടി വിട്ട് വരിക. റോഡ് നേരം വെളുക്കുമ്പോഴത്തേക്കും പൊന്നാനി, വെളിയങ്കോട് ആ ഭാഗങ്ങൾ മുഴുവൻ പെണ്ണുങ്ങളടക്കം റോഡ് തന്നെ. എന്താ ഓട്ടം, എന്താ അതിൻ്റെ അർത്ഥം? എന്തിനായി ഓടുന്നത്? കുറച്ചുകൂടെ ജീവിക്കാനല്ലേ? അതല്ല അള്ളാഹ് പറഞ്ഞ ആ വാക്ക്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നബിയേ പറയണേ, നബിയേ പറയണേ, നബിയേ, ആരൊരാൾ ഏതൊരു മരണത്തിൽ നിന്ന് വിരണ്ടോടുന്നുവോ, പേടിച്ചോടുന്നുവോ, ഇനി കുറച്ചു നാളുകൂടെ ജീവിക്കാമെന്ന് ധരിച്ചു കൊണ്ടോടുന്നുവോ, പറയണേ നബിയേ, മരണം അവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, പിടികൂടുക തന്നെ ചെയ്യുമെന്ന കാര്യം പറയണേ നബിയേ. പത്രത്തിൽ കാണാം, പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു. എന്തിനായി ഓടുന്നത്? കുഴഞ്ഞു വീഴാതിരിക്കാനായി രാവിലെ ഓടുന്നത്. അമിതമായ കൊളസ്ട്രോൾ ഒഴിവാക്കാനാണല്ലോ ഈ ഓടുന്നത്, കുഴയാതിരിക്കാനാണല്ലോ ഈ ഓടുന്നത്. അപ്പം ഈ കട്ടി കൊളസ്ട്രോളൊക്കെ ഓടുമ്പം കൂടുതൽ വേർക്കുമ്പോഴത്തേക്ക് എല്ലാം എന്താവും, ക്ലിയറായി നോർമലായി ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. അതിനാണ് ഈ ഓടുന്നത്. അപ്പൊ പത്രത്തിൽ കാണാം, പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. നിന്റെ അജലെത്തിയ എൻ്റെ പൊന്നു മോനെ, നീ എത്ര ദിവസം ഓടിയിട്ടും കാര്യമില്ല, എത്ര ദിവസം ഓടാതിരുന്നിട്ടും കാര്യമില്ല. ലാ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. അജലെത്തിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും ബന്ധിക്കൂല. ഇക്കാമത്തിന് ഉസ്താദ് വരുന്നവരെങ്കിലും ബന്ധിക്കുമെന്നെങ്കിലും പറയാം. കാരണം എന്താ അത് പറയാൻ കാരണം? 2 കാര്യത്തിന് മാത്രം കൃത്യനിഷ്ഠ നമ്മുടെ നാട്ടിൽ, ബാങ്ക് വിളിക്കാനും ഇക്കാമത്തിനും. ബാക്കി ഏതെങ്കിലും ഒരു കാര്യത്തിന് കൃത്യനിഷ്ഠ ഉണ്ടോ?
12:30 കല്യാണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും 12:30 കല്യാണം നടന്ന ചരിത്രമുണ്ടോ? മുഹൂർത്തം 12:30 എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല. മയ്യത്ത് അസർ കഴിഞ്ഞെടുക്കും. ആരുടെ മയ്യത്ത് എടുക്കുന്നത് അറിയത്തില്ല. അസർ കഴിഞ്ഞ് മയ്യത്തെടുക്കും. മരിച്ചാലും മരിച്ചില്ലല്ലോ അസർ കഴിഞ്ഞ് മയ്യത്തെടുക്കും. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാലേ, പറയേണ്ടവരടുത്തല്ല. ബാങ്ക് ഇഖാമത്തും അല്ലാതെ ഒരു കൃത്യസമയം നടന്നിട്ടില്ല. അപ്പോ ഒരാൾ മരിക്കാൻ അല്ലാണ്ട് തീരുമാനമെത്തിയാൽ അതിന്റെ സമയം ഒരല്പം പോലും പിന്തിക്കയില്ല, മുന്തിക്കയില്ല. ആ സമയത്ത് അള്ള പിടിച്ചിരിക്കും. ആണ് അതിന്റെ തർത്തീബ്. അങ്ങനെയാണ് അള്ള അങ്ങനെ വെച്ചിരിക്കണത്. അതുകൊണ്ട് ഈ ഓടുന്നവടത്തും ചാടുന്നവടത്തൊക്കെ ഒന്ന് പറഞ്ഞേരെ. സുബൈക്കരിച്ചിരിച്ചിട്ട് നടക്കുന്നത് നല്ലത് തന്നെ, അത് കുഴപ്പമില്ല. അച്ഛൻ നടക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ മനുഷ്യന്മാർ ഈ സുബൈക്ക് മുമ്പേ ഇറങ്ങിയുള്ള ഓട്ടം എന്താ കയ്യും കാലും ഒക്കെ ഇപ്പൊ പൊക്കാൻ തുടങ്ങിയെന്ന്. എന്തൊരു പെണ്ണുങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ ഉള്ള ജോലി റാഹത്തായിട്ട് എടുത്ത് ഭർത്താവിനെ സേവിച്ചുകൊണ്ടിരുന്നാല് അവക്കൊരു അസുഖം ഉണ്ടാവൂല. ഇതിപ്പോ ജോലി കുറഞ്ഞു പോയി, സീരിയൽ കൂടുതൽ കാണാൻ തുടങ്ങി, തീറ്റി ഉണ്ട്, റാഹത്തായിട്ടുള്ള തീറ്റി. ഇപ്പോ പയറരിഞ്ഞാലും വെണ്ടക്ക അരിഞ്ഞാലും കാലും വന്ന് നീട്ടിയിരുന്ന് ടിവിയുടെ മുന്നിൽ ഓണാക്കി വെച്ചിട്ട് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ അരിയലാണ് സംഭവം. പണ്ട് യൂസുഫിനെ കണ്ടിട്ട് അരിഞ്ഞതുപോലെ വിരലെല്ലാം കൂടെ പോകുന്നത് പോലും അറിയുന്നില്ല സംഭവം. ആ കോലത്തിലാണ് ഇന്നത്തെ അരിയൊക്കെ. ഇത് കണ്ടിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടാണല്ലോ നിസ്കരിക്കുന്ന എപ്പോഴാ മുസല്ലായും തസ്ബീഹും കൊണ്ട് അടുത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. ടിവിക്കകത്ത് ഇടവേള ഇന്റർവെൽ സോപ്പിന്റെ പതയുടെ പരസ്യം വരുമ്പോ പെട്ടെന്ന് അല്ലാഹു അക്ബർ ഓടിച്ചിട്ട് സ്പീഡ് പോസ്റ്റ് 2 റക്അത്ത് നിസ്കാരം. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ നോക്കും, തുടങ്ങിയോന്ന് ഞാൻ നോക്കൂ, തുടങ്ങിയോ നോക്കൂ. റിവൈൻഡ് അടിക്കാൻ പറ്റൂലല്ലോ, മറ്റേ അവിടെ നിന്ന് വിടുന്ന കണക്ഷൻ അല്ലേ. ഇല്ലായിരുന്നെങ്കിൽ റിവൈൻഡ് എങ്കിലും അടിക്കായിരുന്നു. അങ്ങനെയാണ് സംഭവം. അതടിക്കാൻ പറ്റൂല. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അങ്ങനെ അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവിതം ഒന്നും ഇവിടെ. അള്ളാഹ്ക്ക് വിടുന്ന നിസ്കാരം എന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ ഒരു ചെറിയ ഒരു ചടങ്ങ്, അതിനുവേണ്ടി നിസ്കരിക്കുന്നു. വല്ലാഹി സത്യം, അത് നിങ്ങൾക്ക് വേസ്റ്റ്. അതാണ് ഖുർആൻ നബി നമ്മൾ പറഞ്ഞത്. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ ഹറാമായ ഏതെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി അവൻ ഒഴിവാക്കാതെ അവൻ ദുനിയാവിന്റെ പിന്നാലെ പോയിട്ട് പടച്ചവൻ പറഞ്ഞതിനെ ഒഴിവാക്കിയോ, യുജ്മഉ ലഹു കുല്ലു ശൈഇൻ ബൈന ഐനൈഹി ഫയഹൂലു ബൈന ഐനൈഹി, അത് അവന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നിസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിൽ പോകാത്തത് അതിങ്ങനെ പള്ളിയുടെ വാതില് പള്ളിയിൽ ഇറങ്ങുന്നു. എനിക്ക് നിസ്കരിക്കാനുള്ള സമയം. റമദാൻ മാസമായിട്ട് ആ റമദാൻ മാസം ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ആ സമയത്ത് നീരുന്ന് നല്ല അടിക്കുന്നത്, വെള്ളം അടിക്കുന്നത്, ചായ കുടിക്കുന്നത്, ഷാർജ ജ്യൂസ് അടിക്കുന്നത്, ഒളിച്ചു പോയിരുന്ന കടയുടെ പിറകെ എന്നിട്ട് സോഡ നാരങ്ങ വെള്ളം കുടിക്കുന്നത്, ഫ്രണ്ടിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കാണൂലേ, ഇതറിയൂലേ. അപ്പൊ അതിന്റെ പിറകെ ഇതെല്ലാം എൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. റൊട്ടേഷൻ. ഫയഖൂലു, അപ്പോൾ അവൻ പറയും, റബ്ബിർജിഊൻ, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ, ഒരൽപ്പം കൂടെ സമയം നൽകണേ അല്ലാ. ആ സമയത്ത് പറയും മനുഷ്യൻ. വീണ്ടും നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദായനൽ മുഅ്മിനു വൽ മലായിക, മരിക്കാൻ കിടക്കുന്ന മുഅ്മിനായ സഹോദരൻ മലക്കുകളെ കാണുമ്പോ ഖാലു, ആ മലക്കുകൾ ചോദിക്കുമത്രേ, മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്, അനർജിഉക ഇലാ ദാരിദ് ദുനിയാ, നിങ്ങളെ ഞാൻ ദുനിയാവിലേക്ക് മടക്കട്ടെയോ എന്ന് വിശ്വാസികളോട് മലക്കുകൾ ചോദിക്കുകയാ. ഉടനെ മലക്കുകളോട് വിശ്വാസികൾ പറയുകയാണ്, ഫയഖൂലു ഇലാ ദാരിൽ ഹുമൂമി വൽ അഹ്സാൻ, വീണ്ടും നാശത്തിന്റെ നാട്ടിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടു പോവുകയാണോ, നാശത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടു പോവുകയാണോ? ബൽ, വേണ്ട, ഖുദൂമൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വേഗത്തിൽ ഞങ്ങളെ കൊണ്ടുപോകണേ. വേണ്ട, ഞങ്ങൾക്കിനി വീടൊന്നും വേണ്ട, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ പോയാൽ അള്ളാന്റെ വീട് അങ്ങോട്ട് കൊണ്ടുപോകും. ബൽ ഖുദൂമൻ ഇലല്ലാഹ്. മാലാഖമാർ അല്ലാഹുവിന്റെ ധിക്കാരികളെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോ ഖാലൂ, ആ മലക്കുകൾ ചോദിക്കുമത്രേ, അനർജിഉക ഇലാ ദാരിദ് ദുനിയാ, ദുനിയാവിലേക്ക് നിങ്ങളെ നാം മടക്കട്ടെയോ? അവര് പറയും, അഖിറൂനി റബ്ബിർജിഊ, ഒന്ന് മടക്കണേ എന്നവര് പറയുമെങ്കിൽ, കല്ലാ,
ഇന്നഹാ കലിമത്തുൻ വഖായിലുഹാ. അത് സാധ്യമല്ല, അത് സാധ്യമല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിലേക്ക് പോകാം. അങ്ങനെ വിശ്വാസിയുടെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിയുമ്പോ ആ വിശ്വാസിയുടെ റൂഹുമായിട്ട് മലക്കുകൾ വാനലോകത്തേക്ക് ഉയരുമ്പോ ആകാശലോകത്തിലേക്ക് പറന്നു പോകുമ്പോ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് മലക്കുകൾ പറയുകയാണ്, റവ്വിഹൂ അഖാകും ഫഇന്നഹു കാന മിൻ ഗമ്മിദ് ദുനിയാ. നിങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിങ്ങൾ ആനന്ദിപ്പിക്കണമേ, ആനന്ദിപ്പിക്കണമേ, ആനന്ദിപ്പിക്കണമേ. ഫഇന്നഹു കാന മിൻ ഗമ്മിദ് ദുനിയാ. ദുനിയാവിൽ വല്ലാതെ വിഷമിച്ച് കഴിഞ്ഞവനാണ്, കഴിഞ്ഞവനാ. വിശ്വാസിയുടെ റൂഹിനെ പിടിച്ച് ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോ ആ ആകാശ ലോകത്ത് നിൽക്കുന്നവരെല്ലാം പറയും, റവ്വിഹു റവ്വിഹു റവ്വിഹു, അയാളെ സന്തോഷിപ്പിക്കുക, അയാളെ സന്തോഷിപ്പിക്കുക. ദുനിയാവിൽ അള്ളാഹ്ക്ക് വേണ്ടി എത്ര എത്ര കാര്യങ്ങൾ മാറ്റിവെച്ചവരാണ്, അയാൾ അള്ളാഹ് സന്തോഷിപ്പിക്കും, സന്തോഷിപ്പിക്കും. അങ്ങനെ കൊണ്ടുപോയി ഇല്ലിയൂരിൽ ആ റൂഹെത്തും, അവിടെ കൊണ്ടുപോയി ശേഖരിച്ചു. ഇല്ലിയൂരിൽ എത്തുമ്പോ എന്താ സംഭവിക്കുക? നേരത്തെ മരിച്ചുപോയ സാലിഹീങ്ങളുടെ ആത്മാക്കളെ അവിടെ കാണും. ഇവിടെ ഉപ്പുപ്പന്മാരൊക്കെ സാലിഹ്യങ്ങളായിട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ ഇങ്ങനെ ഹൂറലിങ്ങളുടെ താടിയും പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഉപ്പന്മാർ. അപ്പൊ ഇയാൾ ഇന്നിപ്പോ മരിച്ചുപോയ ആള് നേരെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ഇങ്ങനെ കാണും. അല്ലോ നമ്മുടെ ഉപ്പുപ്പാര എന്തൊരു സുഖങ്ങൾ തന്നെ. വയസ്അലൂനഹു, വിവരങ്ങൾ ചോദിക്കും. കൈഫ ഫുഅല ഫുലാൻ, നേരത്തെ മരിച്ചുപോയവർ ഇന്ന് മരിച്ചു വന്ന വ്യക്തിയോട് ചോദിക്കും, കൈഫ ഫുഅല ഫുലാൻ, നമ്മുടെ ഔക്കറാക്കയുടെ കാര്യം എന്തായി, എന്തരായി ഔക്കറാക്ക? വമാത, അയാൾ മരിച്ചല്ലോ. വമാജഅക, ഇവിടെ വന്നിട്ടില്ല അയാള്. മനസ്സിലാക്കണം, ഞാൻ മരിക്കുന്നതിന് 5 വർഷം മുമ്പ് അയാൾ മരിച്ചു, അയാളിവിടെ വന്നിട്ടില്ലേ? ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ذهب به إلى أمه الهاوية. സത്യവിശ്വാസികൾ അവരുടെ ആത്മാക്കളുമായി സംബന്ധിക്കാനും സംസാരിക്കാനും അവരുടെ ആത്മാക്കളുമായി ചർച്ച ചെയ്യാനും അല്ലാഹു അവസരം നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏതൊരു ആത്മാവുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ലയോ, മുൻഗാമികളിൽ മരണപ്പെട്ടു പോയവരിൽ തന്റെ ആത്മാവുമായി അല്ലിയൂനിൽ അവരുടെ ആത്മാവിനെ കാണാൻ കഴിഞ്ഞില്ലയോ, അവരുടെ ആത്മാവ് പിന്നെ എങ്ങോട്ട് പോയതെന്നറിയുമോ? ذهب به إلى أمه الهاوية. ഹാവിയ എന്ന നരകത്തിലാണ് അവരുടെ ആത്മാക്കളുള്ളത്. അവർക്ക് കാണാൻ പറ്റൂല. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അതാണ് വിശ്വാസിയായി മരിച്ചാൽ ആ വിശ്വാസിയുടെ ആത്മാവിനെ നമ്മുടെ വാപ്പ മരിച്ചാൽ വാപ്പായും മക്കളും ഒക്കെ റാഹത്തായുടെ ജീവിതം നയിച്ചവരാണ്. വാപ്പ മരിച്ചു പോയാലും മോൻ പിന്നെ പോയാലും മതി കാണാം. ഭർത്താവ് മരിച്ചുപോയ ഭാര്യയെ കാണാം, ഭാര്യ മരിച്ചുപോയി ഭർത്താവിനെ കാണാം. ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭാര്യ കടന്ന് നിലവിളിച്ച് ഉടുപ്പും മുണ്ടും പിന്നെ എല്ലാം കൂടെ വലിച്ചു കീറിയിട്ടൊന്നും കരയേണ്ട കാര്യമൊന്നുമില്ല. എന്താ കരച്ചിൽ കരയണേ? 5-6 ഇടിയും കൂടെ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട്. ഭാര്യ ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭയങ്കരമായ നിലയിൽ അട്ടഹസിച്ച് കരഞ്ഞാൽ അതിൻ്റെ പേരിൽ മയ്യത്തിനെ ശിക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ കരയണം, കണ്ണുനീര്, കരുണയുടെ കണ്ണുനീര്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈസ മിന്നാ മല്ലറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദആ ബിദഅവത്തിൽ ജാഹിലിയ. 3 വിഭാഗക്കാർ നമ്മിൽപ്പെട്ടവരല്ല, 3 വിഭാഗക്കാർ നമ്മിൽപ്പെട്ടവരല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതിൽ ഒന്നാമത്തവർ ആരെന്നറിയോ? ലൈസ മിന്നാ മല്ലറബൽ ഖുദൂദ്. തന്റെ ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, ഉപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, സന്താനങ്ങൾ മരിച്ചുപോയതിന്റെ പേരിൽ ശരീരങ്ങളിലിട്ട് അടിച്ചടിച്ച് കരയുന്നവരുണ്ടല്ലോ, നെഞ്ചത്തടിച്ച് കരയുന്നവരുണ്ടല്ലോ, മുഖത്തടിച്ച് കരയുന്നവരുണ്ടല്ലോ, തലയിൽ കൈവച്ച് കരയുന്നവരുണ്ടല്ലോ. ഇവര് നമ്മിൽ പെട്ടവരല്ല. നബിയുനാ റസൂലുള്ളാഹി. എനിക്ക് ഇനി ആരാന്നോ, ഇക്ക മരിച്ചുപോയി, പെണ്ണുമ്പിള്ളയുടെ കരച്ചില് എനിക്ക് ഇനി ആരാന്നോ, എന്നെ കെട്ടാൻ വരുന്ന ആരാന്നോന്നാ അതിന്റെ അർത്ഥം. ഇനി അടുത്ത രണ്ടാമത്തെ മണവാളൻ ഭയങ്കര കരച്ചില്.
ഔറത്തില്ല, ഒന്നുമില്ല, മുണ്ടൂരിഞ്ഞ് ഉടുപ്പൂരിഞ്ഞ് എല്ലാം പോയി. എന്താ ഈ പെണ്ണുങ്ങളിങ്ങനെ? ഔറത്തിന്റെ ഭാഗം പോലും ശ്രദ്ധിക്കൂല. ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഇത്ര കരഞ്ഞാൻ പറഞ്ഞു ഇയാളിപ്പോ ജീവിച്ചെഴുന്നേറ്റ് വരുമോ? എന്നാൽ ഇയാൾക്ക് അസുഖം പിടിച്ച് ആശുപത്രി കിടന്നിട്ട് ഈ ഒരു കണ്ണുനീരൊന്നും കണ്ടില്ലല്ലോ. എത്ര ദിവസം ആശുപത്രി കിടന്ന്. ചില വാപ്പന്മാർ കഷ്ടപ്പെട്ട് വീട്ടിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കും. മക്കള് ആണ്ടിലും അമാവാസിയിലും വന്ന് നോക്കും. മരിക്കുമ്പോൾ എന്തോരം കരച്ചിലാ പടച്ചവൻ ഇറമ്പ. ആ കരച്ചിൽ കേട്ടാ ഇപ്പൊ മലക്കുൽ മൗത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ റൂഹ് അങ്ങ് തിരിച്ചു കൊടുക്കാൻ ചോദിക്കും. അത്രയ്ക്കും കര. ഇത് കള്ളക്കണ്ണുനീര് മനുഷ്യന്മാരെ വേദനിപ്പിക്കാൻ. അപ്പൊ അങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കരയുന്നവൻ നമ്മിൽ പെട്ടവരല്ല. നബീന റസൂലുള്ളാഹി വസ്ത്രമെല്ലാം വലിച്ചു കീറല്ലേ. എനിക്കിനി ആരുമില്ല, എനിക്കിനി വേണ്ടത് വാപ്പ പോയി എനിക്ക് ഞാൻ എന്തിനാ ചാവാൻ പോവാ, ഞാൻ എന്നാ നീ പോയി ചാവടാന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ വെറുതെ എന്നാ പറയും. എന്നാ അത് പറഞ്ഞു നോക്കി എന്ന് പറഞ്ഞു നോക്ക്. ഇവൻ 10 പേര് പിടിക്കാൻ നിൽക്കുമ്പോൾ ഇയാൾ കുറച്ചുകൂടെ ഒന്ന് ഹാലിളകയാണ്. ഈ അടിയുണ്ടാവുന്ന സ്ഥലത്ത് പോയി നോക്കണം. ഞാൻ നിനപ്പൊ കഥക്കണം. അവനെ ഒന്ന് പിടിച്ചു നോക്ക്, പിടിച്ചു മാറ്റാൻ നോക്കാം. അവൻ ഒന്നും കൂടെ ഹാലറ തിളങ്ങും. എന്നെ പിടിക്കാൻ 10 പേരുണ്ട്, ചുമ്മാ ഒന്ന് വിട്ടു നോക്ക്, അവൻ പോവില്ല. മനസ്സിലായില്ലേ? പണ്ടൊരു മുടന്ത ഇങ്ങനെ നിന്നോണ്ട് ആടാ നീ എന്നെ അടിക്കാൻ ഞാൻ ബടാ, അവൻ അവിടെ നിൽക്കുന്നില്ല. ബടാ, അവൻ മുണ്ടൊക്കെ താത്തിട്ടിട്ടാണ് നിൽക്കുന്നത്. ബടാ നീനെ തൊടുക, കാണിച്ച ഇങ്ങനെ കാണിച്ച് അവൻ പേടിച്ചങ്ങ് പോയപ്പോ ഇങ്ങനെ ഞൊണ്ടി പോന്നു. ഇവനാന്നാണ് എന്നെ പേടിപ്പിച്ച്, ഇവനെ ഒരു ഒറ്റ അടിക്ക് ഒതുക്കിയിടായിരുന്നുള്ളത് പിന്നെ ആലോചിക്കും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്മാരെങ്ങനെ പേടിപ്പിക്കലല്ലേ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് വസ്ത്രം വലിച്ചു കീറിയിട്ട് പൊട്ടിക്കരയുന്നവനൊന്നും ഇസ്ലാമിൽ പെട്ടവനല്ല. അങ്ങനെയുള്ള കരച്ചിലൊന്നും മയ്യത്തിന് വേണ്ട. അത് മയ്യത്തിനെ ശിക്ഷിക്കും. വിവരമില്ലാത്ത വിട്ടികളെ ജാഹിലീങ്ങൾ വിളിച്ചു കൂവുന്നത് പോലെ, നിലവിളിക്കുന്നത് പോലെ വിളിച്ചു കൂവുന്നവൻ ഇസ്ലാമിൽ പെട്ടവനല്ല. അവന് ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ല. ഈ 3 പേര് നമ്മിൽ പെട്ടവരല്ല എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അവ കരയണം. എന്താ വേണ്ടേ? കണ്ണുനീരൊലിപ്പിക്കണം. മരിച്ചുപോയി. പക്ഷെ നമുക്ക് സന്തോഷം എന്താ? നമുക്ക് അവരെ കിട്ടും, കാണാൻ പറ്റും. ജന്നത്തു അദ്നി യദ്ഖുലൂനഹാ വമാ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. സലാമുൻ അലൈക്കും. ആരാ? പരിശുദ്ധ ഖുർആൻ പറയാൻ ജന്നത്തു അദ്നി. അതിനെന്ന് പറയുന്ന സ്വർഗം, അതാരാണ് അവിടെ താമസിക്കുക എന്നറിയുവോ? ആർക്കാണ് അവിടെ പ്രവേശനമെന്നറിയുവോ? യദ്ഖുലൂനഹാ വമാ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. ആദിനെന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ സാലിഹായ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച മാതാപിതാക്കളാ, ഭാര്യമാരും ഭർത്താക്കന്മാരുമാ, അവരുടെ സ്വന്തം ബീജത്തിൽ ജനിച്ച സന്താനങ്ങളുമാ. ഇവരെല്ലാവരും സ്വർഗലോകത്ത് പരിലസിക്കുമ്പോ വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. മാലാകമാർ സ്വർഗത്തിന്റെ പല വാതിലുകളിലൂടെ അവരുടെ അരികിലേക്ക് കടന്നു വരികയാ. സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്, അനുമോദനങ്ങളുടെ പ്രവാഹമാണ്. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. നിങ്ങൾ ദുനിയാവിൽ കഷ്ടപ്പെട്ട് ക്ഷമിച്ച് ജീവിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് സ്വർഗീയ ഭവനം ലഭ്യമായല്ലോ, സന്തോഷിച്ചുകൂടെ? ഇനി സ്വർഗത്തിലെ കട്ടറുമ്പാകാൻ ഞങ്ങളില്ല. നിങ്ങൾ സന്തോഷത്തോടെ ഈ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടണേ. സലാമുൻ അലൈക്കും.
പാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള് എല്ലാം അള്ളാഹ് നമ്മളെ ഒരുമിച്ച് കൂട്ടും. പോരെ പോരെ. പിന്നെ അപ്പൊ പോകുമ്പോ ഇപ്പൊ ഗൾഫിൽ പോകുമ്പോൾ കരയുന്നത് പോലെ ഒരു കരച്ചിൽ കരഞ്ഞാൽ മതി. ഗൾഫിൽ പോകുമ്പോൾ പെണ്ണുമ്പിള്ളമാർ കിടന്ന് എയർപോർട്ട് കിടന്ന് ആരെങ്കിലും കരയോ? ഇല്ല. പിന്നെ ഒരു കരച്ചിൽ കാണും, ഒരു ചെറിയൊരു ആ കരച്ചിൽ, അത് മതി. ആ കരച്ചിലൂടെ മയ്യത്തിന് കരുണ കിട്ടും, റഹ്മത്ത് കിട്ടും. അതല്ലാതെ പൊട്ടിക്കറിഞ്ഞിട്ട് വലിയ കാര്യമില്ല. കാരണം എന്താ? ഇന്ന് നീ നാളെ ഞാൻ, ഇന്ന് നീ നാളെ ഞാൻ. महमल पर सोने वाले मिट्टी में सो रहा है. അമ്പരച്ചുംബികളായ കൊട്ടാരത്തിൽ കിടന്നുറങ്ങുന്നവരെ ആരടി മണ്ണിന്റെ ഉള്ളിൽ കിടന്നുറങ്ങേണ്ടവരല്ലേ? दुनिया के मुसाफिर मंजिल तेरी ഖബർ है. എവിടാ നിന്റെ വീട്? എന്റെ വീട് വേളാവൂർ. മുഹമ്മദ് വേളാവൂർ. ഏയ് അല്ല, മൻസിൽ തെരി ഖബർ ഹെ. നിന്റെ വീട് എവിടാന്ന് ചോദിച്ചാൽ എന്റെ വീട് ഖബറാണ് എന്ന് പറയണം. നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ മോഹനപുരത്ത് കബറടിക്കാർക്കൊക്കെ അങ്ങനെ പറയാം റാഹത്തായിട്ട്. എവിടാ വീടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കബറടി എന്ന് പറയാം. കറക്റ്റായ ചോദ്യത്തിന് മറുപടി അതാണ്. നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റും. വേളാവൂരുകാർക്ക് എൻ്റെ വീട് എവിടെ കബറടി എന്ന് പറയാൻ പറ്റുമോ? മണ്ണൂറുകാർക്കും പറയാം. മണ്ണൂരുള്ളവരത്ത് മണ്ണ് ഊറിലെയാക്കും, ഞാൻ ഊറ് മണ്ണ് ഊറിലെ, അത് ഖബറിനകത്ത് അല്ലേ? മയ്യത്തിൻകരക്കാർക്കും പറയാം, മയ്യത്തിൻകരക്കാർക്കും പറയാം അല്ലേ? മയ്യത്തിന്റെ കരയിലാണ് എൻ്റെ ഇവിടെ. കറക്റ്റ് അതല്ല, അതൊക്കെ പക്ഷെ നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. വേളാവൂർ എന്ന് പറഞ്ഞാൽ നല്ല എന്താ വേള, നല്ല ഇതൊക്കെ കിട്ടുമോ, മീനൊക്കെ കിട്ടുന്ന സാധനം അതൊക്കെ ഇവിടെ ഉണ്ട്. അതിന്റെ ഊരാന്നായി പോകും. അപ്പം ദുനിയാക്കയെ മുസാഫിർ, ദുനിയാവിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യ, മൻസിൽ തെരി ഖബർ ഹെ. നിന്റെ വീട് ഖബറാണ്. ഖബറാണ്, അതാണ് യഥാർത്ഥ വീട്. കാരണം എന്താ? നമ്മളിവിടെ ഗൾഫിൽ പോയിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ വീട് കെട്ടിപ്പൊക്കിയിട്ട് മരിച്ചാൽ എത്ര മണിക്കൂർ അതിനകത്ത് കിടത്താം? എത്ര മണിക്കൂർ നടക്കും? റോഡിലെങ്ങാനും വെച്ച് മരിച്ചെങ്കിൽ അള്ളാഹ് കാക്കട്ടെ, വീട്ടിലോട്ട് കൊണ്ടുവരൂല, നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിടും. പിന്നെ മയ്യത്തടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കൊണ്ടുവരും. അരമണിക്കൂർ വെക്കും. എല്ലാവരും ഒരു പ്രദക്ഷിണം നടത്തും, വന്നൊന്ന് കാണും, അപ്പോഴേ പൊക്കി എടുത്തുകൊണ്ട് പോകും. അവൻ കഷ്ടപ്പെട്ട വീട്ടിൽ അവന്റെ മയ്യത്ത് വയ്ക്കാൻ അവകാശമുണ്ടോ? അപ്പൊ അവന്റെ വീട് എവിടാന്ന് ചോദിച്ചാൽ കറക്റ്റ് എവിടെയാ? മൻസിൽ തെരി ഖബർ ഹെ. നിന്റെ വീട് ഖബറാണ്. അതാണ് നബി ഞങ്ങൾ പറഞ്ഞത്, അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരാള് മയ്യത്ത്, അവരുടെ മയ്യത്തുമെടുത്ത് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഫൈൻ കാനത്ത് ഗൈറ സാലിഹാ, സാലിഹല്ലാത്ത മയ്യത്തുമായിട്ടാണ് പള്ളിക്കാട്ടിലേക്ക് പോകുന്നതെങ്കിൽ ഖാലത്തിൽ അഹ്ലിഹാ, പള്ളിക്കാട്ടിലേക്ക് പോകുന്ന മയ്യത്ത് വിളിച്ചു പറയുമത്രേ, യാ വൈലഹും, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, അഖിറൂനി, എന്നെ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ എന്ന് ആ മയ്യത്ത് കട്ടിലിൽ കിടന്ന മയ്യത്ത് വിളിച്ചു പറയുമെന്ന് നബി തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുകയാ, ലൗ സമിഅൽ ലൗ യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസു വൽ ജാൻ. ഏതൊരു മനുഷ്യന്റെ തോളിലൂടെ മയ്യത്തിനെയും എടുത്തുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ അഹങ്കാരികളായ മയ്യത്താണെങ്കിൽ ആ സന്തൂക്കിൽ കിടക്കുന്നതെങ്കിൽ ആ മയ്യത്തിനെ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ എന്ന് വിളിച്ചു പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, യസ്മഉ സൗതഹാ കുല്ലു ഷൈ, എല്ലാ വസ്തുക്കളും ആ മയ്യത്തിന്റെ ശബ്ദം കേൾക്കുമത്രേ, ഇല്ലൽ ഇൻസു വൽ ജാൻ, മനുഷ്യനും ജിന്നുകളും ഒഴിച്ച്, മനുഷ്യവർഗവും ജിന്നുവർഗവും ഒഴിച്ച്, മനുഷ്യവർഗവും ഭൂതവർഗവും ഒഴിച്ച് ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്ന മയ്യത്ത് വിളിച്ചു പറയുന്ന അട്ടഹാസം ലോകത്തുള്ള സകലമാന സൃഷ്ടികൾക്കും കേൾക്കാൻ കഴിയും. പക്ഷേ മനുഷ്യർക്കുമില്ല, ജിന്നുകൾക്കുമില്ല. എന്തേ അർത്ഥം? മനുഷ്യനെങ്ങാനും കേട്ടാൽ, ജിന്നുകളെങ്ങാനും കേട്ടാൽ, ലൗ സമിഅൽ ഇൻസാനോ, മനുഷ്യനെങ്ങാനും ആ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് അലമുറയിടുന്നത് ഈ മയ്യത്തും വഹിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യർ കേട്ടാൽ, ലസൈഖാ, ആ മയ്യത്ത് വലിച്ചെറിഞ്ഞിട്ടവർ നിലംപൊത്തി അബോധാവസ്ഥയിലാകെ പോകുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി.
ഉണ്ടായിരിക്കും അങ്ങനെ ആലോചിച്ച് ശരിയല്ലേ? മയ്യത്ത് വല്യാർത്തെ നമ്മൾ കൊണ്ടുപോകുന്നു, കള്ളുകൂടിയന്റെ മയ്യത്തെ കൊണ്ടുവന്ന് ജപ്പാറേ സലാമേ സലീമേ കൊണ്ടുപോലടാ കാണും. ആ സന്തൂക്കിനകത്തെങ്ങാനും കിടന്ന് വിളിച്ചൊരാൾ കൂവി വന്നിട്ട് ഈ ഹൈവേ റോഡിൽ അന്ന് അവിടെ ഇട്ടിട്ട് അവന്മാർ ഓടൂല്ലേ? എന്തായിരിക്കും അങ്ങ് ഒന്ന് കൂടുന്ന അനങ്ങുന്ന കണ്ടാൽ തന്നെ. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഇഞ്ചയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ശരി ഒന്ന് മെല്ലെ തടവ്, എന്തൊരു ശരി ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് തേക്കടേ എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നില്ല. കുളിപ്പിക്കുന്ന മോദീൻ്റെ മുക്കറി കാക്ക എല്ലാം എന്താ കിടക്കുന്നത്, കണ്ണ് മെല്ലെ ഒന്ന് തുറന്നാ എന്താ. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് ഒതുക്കി വെച്ചിരിക്കാതെ ആ ശബ്ദം ആരും കേൾപ്പിക്കാൻ പറ്റൂല. മയ്യത്ത് കുളിപ്പിക്കുന്നവരാരാന്നറിയാം, കാണുന്നവനാരാന്നറിയാം, വരുന്നവരാരാന്നറിയാം, കൊണ്ടുപോകുന്നവരെ എല്ലാം അറിയാൻ പറ്റും. പക്ഷെ അത് അള്ളാഹ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മനുഷ്യനെങ്ങാനും അത് കേട്ടാൽ അവൻ നിലം പൊത്തി വീഴും. അല്ലേ? ആ ശരിയല്ലേ? രാത്രി മൂത്രം ഒഴിക്കാൻ ഇറങ്ങുന്ന ഖത്തീബ് എവിടെങ്ങാണ് ഖബറിനകത്തുനിന്ന് അസ്സലാമു അലൈക്കും, ചിലപ്പോൾ വെള്ളം അടിച്ചിട്ട് അവനെങ്കിലും ഖബറിന്റെ സൈഡിൽ വന്നിരിക്കുന്നവനായിരിക്കും. അവനെങ്ങാനും പാതിരാത്രി ഉസ്താദ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കരിക്കാൻ ഉസ്താദിനെ കിട്ടുമോ? നമ്മളിപ്പോൾ വലിയ വാതൊക്കെ പറയും, സംഭവം ശരി തന്നെയാണ്. സംഭവം ശരിയെന്നെ വാതൊക്കെ പറയും, റംബൊക്കെ റാഹത്ത് തന്നെയാണ്. നമ്മളെല്ലാം ബലഹീനന്മാരാണ്. പാതിരാത്രി എവിടെയെങ്കിലും ഖബറിനകത്ത് നിന്ന് ഒരു മണ്ണങ്ങാണ് നമ്മുടെ റൂമിലൊക്കെ കാണും എറിയുന്ന കണ്ടാൽ തീർന്ന് നമ്മുടെ അതോടുകൂടി സുബഹിക്ക് ആളില്ല. പിന്നെ സുബഹി നിസ്കരിക്കാൻ വരുന്നവരൊക്കെ നമ്മുടെ മയ്യത്ത് നിസ്കരിപ്പിക്കേണ്ട അവസ്ഥയാണ്. മനുഷ്യന്മാർ നമ്മളെല്ലാം അങ്ങനെ തന്നെ, നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെ. അതുകൊണ്ട് അള്ളാഹ് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതേപോലെ ഖബറിന്റെ ശിക്ഷയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ? ഇന്നി റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂർ കഫിത്നതി ദജ്ജാൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദജ്ജാലിന്റെ ഫിത്ന ഫസാദ് പോലെ സഹോദരാ നിന്റെ ഖബറിനകത്ത് നീ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, വലൗലാ അല്ലാ തുദാഫിനൂ ലദഅഉതുല്ലാഹ അയ്യുസ്മിഅകും മിൻ അദാബിൽ ഖബർ. നിങ്ങളുടെ സഹോദരങ്ങൾ മരണപ്പെട്ടു പോകുമ്പോ അവരുടെ മയ്യത്ത് നിങ്ങൾ പള്ളിക്കാട്ടിൽ കൊണ്ടടക്കുമായിരുന്നില്ലെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, പടച്ചവനെ നിന്റെ ദാസന്മാർക്ക് ഖബറിന്റെ ശിക്ഷ നീയൊന്ന് കാണിച്ചു കൊടുക്കണമേ അല്ലാഹ്. ഞാൻ ദുആ ചെയ്യുമായിരുന്നു അല്ലാഹുവിനോട്, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ മയ്യത്ത് ഖബറിനകത്ത് അടക്കുമായിരുന്നില്ലെങ്കിൽ. അപ്പൊ നമ്മൾ മരിച്ചു വീണാല് മലക്കുകളുടെ ജോലിയായി അടക്കുക എന്നുള്ള ജോലി എങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നെങ്കിൽ ഖബറിനകത്തുള്ള ശിക്ഷ അല്ലാഹ് നമ്മളെ കേൾപ്പിച്ചേനെ. പക്ഷെ നമ്മൾ തന്നെയാണ് നമ്മുടെ സഹോദരങ്ങളുടെ മയ്യത്തിന് കുഴി വെട്ടുന്നത്, ഖബർ തോണ്ടുന്നത്, അവരെ കൊണ്ട് അടക്കുന്നത്, കുളിപ്പിക്കുന്നത്, മയ്യത്ത് വരുന്നത് വരെ പ്രതീക്ഷിച്ച് ഖബറിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് നമ്മളായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബി തങ്ങൾ പറഞ്ഞു, ആ ഖബറിനകത്തുള്ള ശിക്ഷ കാണിച്ചു കൊടുക്കല്ലേ അല്ലാഹ്. ഖബറിനകത്തുള്ള ശിക്ഷ എങ്ങാനും കാണിച്ചു കൊടുത്താൽ കുഴിവെട്ട ആളെ കിട്ടുമോ? കിട്ടുമോ മനുഷ്യന്മാരെ? എത്ര റുപ്യ കൊടുത്താലും കിട്ടുമോ? കുഴിവെട്ടാൻ ആളിന് JCB വന്നാൻ പറ്റും? JCB അത് മനുഷ്യൻ വേണ്ടേ? അവൻ എങ്ങനെ പള്ളിയുടെ ഖബർ സ്ഥാനത്തിൽ പോയിരുന്നുകൊണ്ട് ഇങ്ങനെ വിഷയം വെച്ച് ഇങ്ങനെ പിടിക്കുക? ചിലപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ആളിനെ പിടിക്കുന്നതാണായിരിക്കും അവനെയും കൂടെ. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, അത് കാണിച്ചു കൊടുക്കല്ലേ അല്ലാഹ്, കാണിച്ചു കൊടുക്കല്ലേ അല്ലാഹ്. ഉമ്മത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടക്കാൻ പോലും ആരും കാണൂല. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ, രണ്ട് യഹൂദ സ്ത്രീകൾ നബി തങ്ങളുടെ ഹളറത്തിൽ വീട്ടിൽ വന്നിട്ട് ആയിഷ ബീവിയുടെ മുന്നിൽ വെച്ചിട്ട് പറയുകയാണ്, ഖബറിനകത്ത് ശിക്ഷയുണ്ട്, ഖബറിനകത്ത് ശിക്ഷയുണ്ട്, ഖബറിനകത്ത് ശിക്ഷയുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, ആവശ്യമില്ലാത്തത് പറയല്ലേ, ഖബറിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. യഹൂദി പെണ്ണുകളെന്ന് പറഞ്ഞു ഖബറിനകത്ത് ശിക്ഷയുണ്ടെന്ന്. ആയിഷ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാളറായി. സഅലത ആയിഷത്തു അൻ-നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ-നദാബിൽ ഖബരി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ ഖബറിനകത്ത് ശിക്ഷയുണ്ടെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ, അതിന്റെ യാഥാർത്ഥ്യവശം എന്താണ് യാ റസൂലല്ലാഹ്? ഖബറിനകത്ത് ശിക്ഷ ഉണ്ടോ? 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 ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദാബുൽ ഖബരി ഹഖ്ഖുൻ യാ ആയിഷ.
ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസായത്. അദാബുൽ ഖബരി ഹഖ്ഖുൻ യാ ആയിഷ, ആയിഷേ ഖബറിനകത്ത് ശിക്ഷ യാഥാർത്ഥ്യമാണ് ആയിഷേ, അത് സംഭവിക്കുക തന്നെ ചെയ്യും ആയിഷേ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാ, ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലാ സലാത്താ ഇല്ലാ തഅവദ അൻ അദാബിൽ ഖബർ. ഖബറിനകത്ത് ശിക്ഷയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഏത് വഖത്ത് നമസ്കരിച്ചാലും ഏത് സുന്നത്ത് നമസ്കരിച്ചാലും ഖബറിന്റെ അദാബുകളിൽ നിന്ന്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടാത്ത ഒരു നമസ്കാരവും ഞാൻ കണ്ടിട്ടേയില്ല. ആയിഷ ബീവി മറ്റൊരു റിവായത്തിൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പൊട്ടിച്ചിരിക്കുന്നത്, പല്ല് കാണത്തക്ക നിലയിൽ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല എന്ന് മഹദിയായ ആയിഷ. നമുക്കെന്താ ഇപ്പൊ ഖബറിനെ കുറിച്ചും അല്ല, ഖബറിനകത്ത് എത്ര എണ്ണത്തിനെ കൊണ്ട് അടക്കിയാലും ഇനി ഒരു അരമണിക്കൂർ നിന്നെ മണ്ണിട്ട് മൂടിയാൽ പോലും ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു പേടിയില്ല. എവിടെ പേടി? മനുഷ്യന്മാർക്ക് ആരെ പേടി? കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ട് ഖബറിനകത്ത് ഇങ്ങനെ കുറെ പാമ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഹാ ഹൂ എന്നൊക്കെ വിളിച്ചാൽ കുറെ നാൾ പെണ്ണുങ്ങൾ സീരിയൽ കാണാതിരിക്കും. അല്ല മദീനയിലും കണ്ട ഒരു തലയിൽ തുണിയിടാത്ത പെണ്ണിൻ്റെ മോളിൽ കൂടെ പാമ്പ് കയറിയെന്നും പറഞ്ഞിട്ട് ടി വിക്കകത്ത് എന്താ നെറ്റിനകത്തോടൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേ പെണ്ണുങ്ങൾ കുറച്ച് ആൾ തലയിൽ തുണിയിട്ട്. അന്ന് കച്ചവടക്കാർക്ക് നല്ല കച്ചവടമായിരുന്നു, തലത്തുടി ഭയങ്കര കച്ചവടമായിരുന്നു. എൻ്റെ പൊന്നെ, ഇതിങ്ങനെയൊക്കെ നിങ്ങളെ പേടിപ്പിക്കണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണോ? ഖബറിനകത്ത് ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടി വിക്കകത്ത് കൊണ്ടുവന്ന് കാണിച്ചാലേ നിങ്ങൾക്ക് പേടിയുള്ളൂ. അല്ല നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ് നിങ്ങൾക്ക് പേടിയില്ല, വിശ്വാസമില്ല? വിശ്വാസമില്ലാത്ത മുസ്ലിം അല്ലല്ലോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്, ഇദാ ഫറഗത മിനത്ത് തശഹുദിൽ ആഖിർ, അവസാനത്തെ അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞാൽ ഫല്യതഅവദ് ബില്ലാഹി മിൻ അർബഅ, 4 കാര്യങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണം കേട്ടോ. നിസ്കാരം ഇല്ലാത്ത എവിടെ പോയിട്ട് ചോദിക്കും? കാണിക്ക വഞ്ചിയിൽ 50 പൈസ ആയിട്ടിട്ട് അവിടെ പോയിരുന്ന് ചോദിക്കും. നിസ്കാരം ഇല്ലാത്ത അതാണ് നിസ്കരിക്കണമെന്ന് പറഞ്ഞത്. അവസാനത്തെ അത്തഹിയാത്ത്. അപ്പൊ സുബൈക്ക് ഇപ്പൊ അവസാനത്തെ ആദ്യത്തെ അത് ആദ്യം അവസാനം ഒന്നേ ഉള്ളൂ, അത് തന്നെ ഓദിക്കോ. മഗ്‌രിബിന് 2, ബാക്കിയുള്ളവനൊക്കെ ഈ 2 ഡബിൾ. സുബഹിക്ക് അവന്റെ അത്തഹിയാത്ത് ഓതി, അത്തഹിയാത്ത് ഓതി തീർന്ന പാടെ 4 കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. നബിയുനാ റസൂലുള്ളാഹി 1 ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, 2 നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, 3 ഫിത്ന ഫസാദ് ദുനിയാവിലെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്നകളിൽ നിന്ന്, 4 ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്. ഈ 4 കാര്യം അല്ലാഹുവിനോട് ചോദിക്കണം. ചോദിക്കുന്നുണ്ടോ? ചോദിക്കാറുണ്ടോ എല്ലാവരും? സംഭവം ചോദിക്കാറുണ്ട്, പക്ഷെ അത് എപ്പോഴാ ഏത് സാധനം എന്നറിയില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇച്ചിരി ആയത്തിൻ്റെ ദുആടെയൊക്കെ അർത്ഥം ഒന്ന് ഓർത്ത് വയ്ക്കണം. ഉസ്താദന്മാരോടെങ്ങാനും കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉസ്താദന്മാർ നിങ്ങൾ ജുമായ്ക്ക് വരുമ്പോൾ അറബിൽ നിങ്ങൾക്കെതിരെ ദുആ എന്നിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ആമീൻ പറയിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലത്. അത്തഹിയാത്ത് ഓതുമ്പോൾ നമ്മൾ ദുആരക്കാറുണ്ട്, സംഭവം ചെയ്യാറുണ്ട്, പക്ഷെ നിസ്കാരം ഉള്ളവർക്കേ സാധ്യമുള്ളൂ. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ചൊല്ലാറുണ്ടോ? എന്താ മനുഷ്യന്മാരെ വേണ്ടാത്ത അല്ലാഹ് പിള്ളേർ, നിങ്ങൾ പൈസ കൊടുത്തിരുത്തിയേക്കല്ലേ? നിങ്ങൾക്ക് ബിസ്ക്കറ്റും ചായയും കിട്ടും, നിങ്ങൾ എല്ലാത്തിനും മൂളിക്കോണം, ചിരിക്കാത്തതിനൊക്കെ ചിരിച്ചോണം എന്ന് പറഞ്ഞ പോലെ. ഈ നിസ്കാരം ഉള്ളവർക്കേ ഇത് സാധ്യമുള്ളൂ, കളിയൊന്നും അല്ല ഇത്. സഹാബത്ത് പറഞ്ഞെന്നറിയോ ഈ ദുആയെ പറ്റി?
നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു യുഅല്ലിമുഹും കമാ യുഅല്ലിമുസ് സൂറത മിനൽ ഖുർആൻ. ഖുർആനിലെ സൂറത്ത് ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന അതേ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അല്ലാഹുവിന്റെ റസൂൽ ഈ ദുആ പഠിപ്പിച്ചു കൊടുത്തു സഹാബാക്കൾക്ക്. ഇത്ര ഗൗരവത്തിൽ അല്ലേ? അപ്പൊ എന്റെ കൂടെ ഒന്ന് ചൊല്ലിക്കോ, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. മനസ്സിലായില്ലേ? എല്ലാരും ചൊല്ലുന്നുണ്ട്. അത് ചൊല്ലണം. ഇദാ ഫറഗത മിനത് തശഹുദിൽ ആഖിർ, അവസാനത്തെ തഹിയ്യാത്ത് ഓതി കഴിഞ്ഞാൽ നിസ്കാരം ഇല്ലാത്തവൻ ഏതെങ്കിലും വഖത്തിലെ നിസ്കാരത്തിൽ ഈ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ ഖബർ ഓക്കേ. ഏതെങ്കിലും ഒരു വഖത്തിലെ നിസ്കാരത്തിൽ സ്വീകരിച്ചാൽ മതി. നിസ്കാരത്തിലാവുമ്പോൾ എല്ലാ കോൺസെൻട്രേഷനും അല്ലാഹുമായുള്ള ബന്ധമാണ്. അപ്പൊ ആ സമയത്തിൽ ആ ദുആ അങ്ങോട്ട് കിട്ടിയാൽ കബൂലായി. ആ സമയത്ത് ദുആ അങ്ങോട്ട് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ളൊരു ദ്വാരപ്പല്ലേ. നിസ്കാരത്തിൽ അല്ലാഹുവായിട്ടുള്ള ഒരു മുനാജാത്താണ്. ആ മുനാജാത്തിൽ ഈ ദുആ അങ്ങോട്ട് ചെയ്ത് അങ്ങനെ കബൂലായി കഴിഞ്ഞാൽ ഓക്കെ, ലോട്ടറി അടിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ പോയി. അല്ലാഹു നമ്മളെ ഖബറിന്റെ അദാബുകളെ തൊട്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വാതിൽക്കൽ വന്നു നിന്നുകൊണ്ട്, മിമ്പറിന്റെ അരികത്ത് വന്നു നിന്നുകൊണ്ട് സ്വഹാബാക്കളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തട്ടിയിട്ട് ഒരു സംഭവം പറഞ്ഞു. അതോടെ പറഞ്ഞിട്ട് നിർത്താം. ഖബറിനകത്ത് ശിക്ഷ ഇല്ലാന്ന് വിചാരിക്കണ്ട, ചോദ്യോത്തരമൊന്നും ഇല്ലാന്ന് പറയുന്നവരുണ്ട്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞേട്ടേണ്ടതാ, കണ്ടാലോടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. സമനുകളോളം യുഗങ്ങളോളം ഖബറിനകത്ത് കിടക്കണം. ആ ഖബറിനകത്ത് നിന്നെ കൊണ്ടുവെക്കുമ്പോ, ഞാൻ നേരത്തെ ഒരു ഹദീസ് ഓതി വെച്ചല്ലോ, ഈ ഹദീസുകൾ തുടക്കം പോലെ ഓതുമ്പോ എല്ലാത്തിന്റെ ഇതുമായിട്ട് ബന്ധം വരുമ്പോ, അതുകൊണ്ടാണ് ഞാൻ പകുതി മുറിച്ചിട്ട് വേറെ ഇതിലേക്ക് കയറുന്നത്. ബന്ധം വരുമ്പോ അതിലേക്ക് കയറ്റും. ഒരാളുടെ ആത്മാവിന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, രാവിലെ മരിച്ചു കഴിഞ്ഞാൽ മുൻകർ നക്കീർ ഉണ്ടോ? മുൻകർ നക്കീറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സംഭവം എങ്ങനെയാന്നുള്ള അറിയാവോ? ആ സാധനം എങ്ങനെ വരുന്നെന്നുള്ളത് ഓരോ മലക്കുകളെ കുറിച്ചും ഹദീസുകളിലുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നിയത്തിയത് എല്ലാവരും ഒരു റാഹത്തായിട്ട് നമ്മളെന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ കൂട്ടം. അള്ളാഹു നമ്മൾ ഈ ഒരു സദഖയുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെട്ടാൽ നമ്മൾ പെട്ടില്ലേ അല്ലേ? അൽഹംദുലില്ലാഹ്. അള്ളാഹു ആ ഒരു നിയത്തിൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാൻ നല്ല ഒരു തുക ഇട്ടോളി. മക്കത്തുൽ മുക്കറമ നല്ല ലൈബ്രറി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ, എല്ലാവരും നിയത്ത് ചെയ്തിട്ടോളി. ഖബറിന്റെ രക്ഷയ്ക്ക് വേണ്ടി. അള്ളാഹുവെ ഖബറിന്റെ ശിക്ഷയിൽ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, കൈഫ അൻത യാ ഉമർ? ഉമറേ എന്താ വിശേഷം? നാട്ടുവിശേഷം അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളിൽ തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, കൈഫ അൻത യാ ഉമർ? ഉമറേ നിന്റെ അവസ്ഥ എന്തായിരിക്കും ഉമറേ?
ഇദാ കുന്ത ഫീ അർബഅതി അദ്റുഇൻ ഫീ ദറാഇനി മിനൽ അർള്, 4 വിസ്തീർണമുള്ള കബറിനകത്തേക്ക് നിന്റെ മയ്യത്തിനെ കൊണ്ടുവച്ച് എല്ലാവരും മണ്ണിട്ട് മൂടി മടങ്ങിപ്പോകുമ്പോ ഫറഅയ്ത മുൻകറൻ വനകീറാ, മുൻകറിനെയും നക്കീറിനെയും നീ 6 മണ്ണിനകത്ത് വെച്ച് കാണുമ്പോ ഉമറേ നിന്റെ അവസ്ഥ എന്തായിരിക്കും ഉമറേ? നമ്മൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും കൊണ്ടുവന്ന് കബറിനകത്ത് ഇട്ടിട്ട് പോയി. ഇന്നലെ നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ എത്ര നല്ല വെളിച്ചവും വെട്ടമൊക്കെ ഉണ്ട്. വീട്ടിൽ പോയാൽ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. മരിച്ചു പോയാൽ ആ കബറിനകത്തോട്ട് കൊണ്ടുവച്ച് പലകയൊക്കെ ഇട്ട് മൂടി മണ്ണൊക്കെ ഇട്ട്, അള്ളാഹുവേ ഒരു ചെറിയ ദ്വാരം ഉണ്ടെങ്കിൽ അതുപോലും അടച്ച് മൊത്തം അടച്ച് ഇലയൊക്കെ വെച്ച് അടച്ച് മണ്ണിട്ട് മൂടി 2 കമ്പും കുത്തി വെച്ചിട്ട് എന്തിരുട്ടായിരിക്കും, എന്തിരുട്ടായിരിക്കും. ഉമറേ നിന്റെ അവസ്ഥ എന്താ? നല്ല ഒരു ധൈര്യശാലിയും ഒക്കെയാണല്ലോ ഉമർ റളിയല്ലാഹു. അതുകൊണ്ട് ഉമറിനെ തന്നെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്. വേറെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാലോ, ചില അറ്റാക്ക് ഒന്ന് വീണ് പോയാലോ, ഉമർ റളിയല്ലാഹു അൻഹു ആവുമ്പോൾ ഇച്ചിരി ആള് ഉഷാറല്ലേ. ഇദാ കുന്ത മിനൽ അർളി ഫീ അർബഅതി അദ്റുഇൻ ഫീ ദറാഇ ഫറഅയ്ത മുൻകറൻ വനകീറാ, 6 മണ്ണിൽ മുൻകറിനെയും നക്കീറിനെയും നീ ഒറ്റയ്ക്ക് കാണുമ്പോ എന്തായിരിക്കും നിന്റെ അവസ്ഥ? ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുകയാ, വമാ മുൻകറും വനകീറും യാ റസൂലല്ലാഹ്. ഇത്ര നാള് നബി തങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച ഉമർ റളിയല്ലാഹു അൻഹു മുൻകറിനെയും നക്കീറിനെയും പരിചയമില്ല എന്ന് പറഞ്ഞാല്, നമ്മൾ മദ്രസയിൽ പഠിച്ച പരിചയം നമുക്കുള്ളൂ. പണ്ട് മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കബറിനകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മുൻകർ വരും നക്കീർ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അല്ലാതെ ഈ സാധനത്തെ കുറിച്ച് വല്ലതും നമുക്കറിയാവോ? ഈ സാധനത്തെ കുറിച്ചുള്ള അറിയാവോ? ഈ മുൻകർ നക്കീർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഉമർ റളിയല്ലാഹു തആല തിരിച്ചു ചോദിച്ചു, വമാ മുൻകറും വനകീറു യാ റസൂലല്ലാഹ്, ആരാണ് മുൻകർ നബിയെ, ആരാണ് നക്കീർ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ മുൻകറിനെയും നക്കീറിനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാ. ഫത്താനാ അൽ ഖബരി, ഖബറിൽ ഫിത്ന ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന 2 പേരാണ് ഉമറേ. മനസ്സിലായോ? കുഴപ്പം ഉണ്ടാക്കുന്നവര്, മൊബൈൽ ഫോൺ വിളിക്കാൻ കൊണ്ടുവരുന്നവരല്ല, നിങ്ങൾക്ക് വെഞ്ചാമരം വീശാൻ വരുന്നവരും അല്ല, സ്പ്രേ അടിച്ചു തരാൻ വരുന്നവരും അല്ല, കുഴപ്പം ഉണ്ടാക്കാൻ വരുന്നവരാണ് 2 പേര്. വല്ലാത്ത അവസ്ഥയിൽ അവരാ, വല്ലാത്ത അവസ്ഥയിൽ. എത്ര പരിചയക്കാരനായ എസ് ഐ ആണെങ്കിലുവേ അയാളെ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ പരിചയം നടിക്കുമോ? അയാൾക്ക് ഭയങ്കര ഗൗരവവും ഒക്കെ ആയിരിക്കും. എന്നതുപോലെ ഇപ്പം മുൻകർ നക്കീറിന്റെ പേരൊക്കെ അലൈഹി വസ്സലാത്തു വസ്സലാം എന്നൊക്കെ പറയും. ഇടി കിട്ടുമ്പോൾ, ഓ ഇയാൾക്ക് വേണ്ടി ആന്നോടെ ഞങ്ങൾ അലൈഹി വസ്സലാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇയാൾ ഇങ്ങനെ ഇടിക്കാൻ ഒരിച്ചിരി മയമില്ലാത്ത മനുഷ്യനായി പോയല്ലോ. ഇപ്പൊ അലൈഹി വസ്സലാം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ എന്താ നബി നമ്മൾ പറഞ്ഞത്? ഫത്താനാനി അൽ ഖബർ, ഖബറിൽ പ്രശ്നം ഉണ്ടാക്കുന്ന 2 പേര്. എങ്ങനെ വരിക? യബ്ഹസാനിൽ അർള ബിയൻയാബിഹിമാ, മുൻകറിന് നക്കീറിന്റെയും മുന്നിൽ 2 തേറ്റപ്പല്ലുകളുണ്ട്. എത്ര വലിയ വലിയ മലകളെല്ലാം JCB വന്നിടിച്ചിടുന്നത് നോക്കിക്കാണുന്ന അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന സഹോദരാ, അതിന്റെ മുമ്പിലുള്ള സാധനം ഇങ്ങനെ, ആ ദ്വാരക്കുന്ന മിഷ്യൻ, ഞാൻ ദ്വാരക്കാന്ന് പറഞ്ഞു. കാരണം അത് എപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ പോകുന്നത്. JCB പോകുന്ന കണ്ടിട്ടുണ്ടാ? ഇങ്ങനെ ഇരിക്കുക, ദ്വാരക്കുന്ന മിഷ്യൻ, അത് ഇങ്ങനെ ദ്വാരന്നുകൊണ്ടാ പോകുന്ന പാവം. അപ്പൊ ഇന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്ന സാധനം, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി. നമ്മുടെ സൈഡിലെങ്ങാനും മുട്ടിയാ തീർന്നു. ചില ചങ്ങാതിമാർ ജോലി കഴിഞ്ഞ് അതിനകത്ത് കിടന്ന് ഉറങ്ങും. അത് ഇങ്ങനെ വണ്ടി പൊയ്ക്കൊണ്ടേയിരിക്കും. ബെർത്ത്, നമ്മൾ എത്ര കഷ്ടപ്പെട്ട ഒരു ബെർത്ത് ബുക്ക് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്ന കാണാം, ആളിങ്ങനെ കിടന്നിങ്ങനെ പോകും. അപ്പൊ അങ്ങനത്തെ സാധനം പിടിച്ചിങ്ങോട്ടും മാന്തി പറിച്ചെടുക്കും. നിമിഷ നേരം കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കും. കാണുമ്പം തന്നെ ഒരു വല്ലാത്ത പേടിയായി ഈ സാധനത്തെ. മുൻകറിന്റെയും നക്കീറിന്റെയും മുന്നിൽ 2 തേറ്റപ്പല്ലുകൾ നീണ്ടിരിക്കും, വലിയ പല്ല്. ആ 2 തേറ്റപ്പല്ലുകൾ കൊണ്ട് ഭൂമി ഇളക്കി മറിച്ചുകൊണ്ടാണ് കടന്നു വരിക ഉമറേ.
അവരുടെ കാലിന്റെ അടിഭാഗം വരെ ജട പിടിച്ച മുടി ഇങ്ങനെ ഇറങ്ങിക്കിടക്കും. അതെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അസ്വാതുഹുമാ കറഅദിൽ ഖാസിഫീ, ഇടിമുഴക്കം പോലുള്ള ശബ്ദകോലാഹലത്തോടെയാണ് വരിക. അബ്സാറുഹുമാ കൽബറഖിൽ ഖാതിഫീ, മിന്നൽ പോലെ ജ്വലിക്കുന്ന രണ്ട് കണ്ണുകളാണ് അവർക്കുള്ളത്. വെറും കൈയോടെയല്ല ഉമറേ കടന്നു വരിക. വമഅഹുമാ മിർസബത്തും മിൻ ഹദീദ്, ഇരുമ്പിന്റെ രണ്ട് ദണ്ഡുകളുമായിട്ടാണ് ഉമറേ അവർ കടന്നു വരിക. ആ ഇരുമ്പിന്റെ ദണ്ഡിനെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്. ലൗ ഇജ്തമഅത അഹ്ലും മിന്നി ലം യഖ്ദിറൂ റഫാഹാ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കൾ ഒന്നടങ്കം തീരുമാനിച്ചാലും ആ മുൻകറിന്റെയോ നക്കീറിന്റെയോ കയ്യിലുള്ള ദണ്ഡ് ഉയർത്താൻ കഴിയില്ല ഉമറേ. ഹിയ ഐസറുഹുമാ സയാഹാദി, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഒരു ചെറിയ വടിയുണ്ടായിരുന്നു. ആ വടി കുത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഉമറേ എന്റെ കയ്യിലുള്ള ഈ വടിയേക്കാൾ മുൻകറിനും നക്കീറിനും അത് എളുപ്പമാണ് നബിയേ, എളുപ്പമാണ് ഉമറേ. വടി എങ്ങനെ പൊക്കി പിടിക്കാൻ കഴിയുന്നോ ഇതേപോലെയാണ് മുൻകറിന്റെ നക്കീറിന്റെയും കയ്യിലുള്ള ദണ്ട്. പക്ഷേ അതിന്റെ ഭാരം എത്ര? ലൗ ഇജ്തമഅത അഹ്ലും മിന്നി ലം യഖ്ദിറു റഫഅഹ. മനുഷ്യന്മാര് മുഴുവൻ, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തീരുമാനിച്ചു ഒന്ന് പിടിയടാ ഒന്ന് പൊക്കടാ എന്നും പറഞ്ഞ് ഒന്ന് പിടിച്ചു നോക്കിയാൽ പൊങ്ങൂല അങ്ങനത്തെ സാധനം. മറ്റൊരു റിവായത്തിൽ ലൗ ളുരിബത് ബിഹാലൽ ജിബാൽ, ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ അത് വെച്ചടിച്ചാൽ ലസാറത് തുറാബൻ ഔ റമീമാ, ഭസ്മം പോലെ പർവ്വതം തകർന്ന് തരിപ്പണമാകുമെങ്കിൽ ഉമറേ ഈ രണ്ട് ദണ്ഡും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷദീദിൽ ഇന്തിഹാർ, വളരെ ഗൗരവത്തോടെയാണ് ഇവർ രണ്ടുപേരും ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് വരിക. ഒരാൾ തലയുടെ ഭാഗത്ത്, ഒരാൾ കാലിന്റെ ഭാഗത്ത്. ഇന്നലെ 10 മണിക്ക് മരിച്ച മനുഷ്യന് അയാൾ അറിയുന്നില്ല, അയാൾ അങ്ങനെ തന്നെ കിടക്കുക. അപ്പൊ നേരത്തെ ഞാൻ ഓതിയ ഹദീസ് എങ്ങനെ ഒരാളുടെ റൂഹിനെ പിടിച്ചാൽ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും? അതുകൊണ്ടാണല്ലോ ഖിയാമത്ത് നാൾ സംഭവിച്ചാലും 7 കാര്യങ്ങൾ നശിക്കൂല. അർശ്, കുർസ്, സബഅത്തുൻ ലാ തഫ്നി, 7 കാര്യങ്ങൾ നശിക്കൂല ഖിയാമത്ത് നാൾ സംഭവിച്ചാലും. അർശ്, കുർസി, ലൗഹ്, ഖലം, ജന്നത്ത്, നാറ്, അർവാഹ്. നമ്മുടെ റൂഹിനെയാണല്ലോ പിടിച്ചവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കെല്ലാം കൊണ്ടല്ലേ വൈദ്യുതി ശ്മശാനത്തിനകത്തോട്ട് കയറ്റി തീ അടിച്ച് എല്ലാം കരിഞ്ഞ് ചാമ്പലായി പോയി കഴിഞ്ഞാൽ ഓ അവന്മാർ രക്ഷപ്പെട്ടു, ഇനി അവർക്കൊരു ചോദ്യവും ഇല്ല, ഒന്നുമില്ല, സാധനമില്ല. ഓ ഇത് കൂട്, ശരീരം കൂട്, നമ്മുടെ ശരീരം കൂട് 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 ഇതിനകത്തൊരു സാധനമുണ്ട്, ഈ കൂടിനകത്തൊരു സാധനമുണ്ട്, ആ സാധനമാണ് റൂഹ്. അത് മരിച്ചു കഴിയുമ്പോൾ അതേ അള്ള എടുത്ത് അവിടെ കൊണ്ടങ്ങ് ഫിറ്റ് ചെയ്യും. പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും കൂട്ടിനകത്ത് കയറ്റിയിട്ടാലും സംഭവം ഓടും. ഇവന്റെ വണ്ടിയുടെ ബാറ്ററി അഴിച്ച് മറ്റേ ബാറ്ററി വണ്ടിക്കകത്ത് വെച്ചാലും വണ്ടി ഓടത്തില്ലയോ? ഓടുവാ. ആ പിന്നെന്താ, പിന്നെ മിണ്ടാതിരിക്കുന്നുണ്ട്, സംശയമുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെങ്കിലും ഓടൂലേ? കാരണം അവന്റെ അടിച്ചു മാറ്റിയതിന്റെ പേര് അത് കാണുമ്പോൾ നമ്മൾ ഓടൂലേ? അവന്റെ ബാറ്ററി അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് കാണുമ്പോൾ നമ്മളോടും. രണ്ടാലൊരു കാര്യം, ചില ആളുകൾ കടയിട്ടാ ഓടുമെന്ന് ചോദിക്കും. ഒന്നുകിൽ കട ഓടും, ഇല്ലെങ്കിൽ കട ഇട്ടവൻ ഓടും. രണ്ടാലൊരു കാര്യം ഉറപ്പായിരിക്കും എന്ന് പറയുന്നത് പോലെ ആ റൂഹിനെ എപ്പോഴാണ് മടക്കിക്കൊണ്ടുവരിക? ഈ മുൻകറിനെ കീറുമെന്ന് ഖബറിനകത്ത് നിൽക്കുമ്പോ സാലിഹീങ്ങളുടെ റൂഹാണെങ്കിൽ അർശിൽ നിന്നതാ ഇല്ലിയൂനിൽ നിന്ന് ആ ഖബറിനകത്തേക്ക് ആ റൂഹിനെ മടക്കപ്പെടുകയാ. ഖാലല്ലാഹു തആല, അല്ലാഹു പറയുകയാണ്, ഫഇന്നി വഅതുഹും, ഞാൻ എൻ്റെ ദാസന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മിൻഹാ ഖലഖ്തുഹും, ഞാൻ ആ
മണ്ണിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുഹും, അവരെ നാം അതിലേക്ക് മടക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വമിൻഹാ നുഖ്രിജുഹും, നാം അവരെ ആ മണ്ണിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയും, ആ റൂഹിനെ റുദ്ദൂഹു ഇലൽ അർളി, ആ പള്ളിയുടെ 6 അടി മണ്ണിനകത്ത് വെച്ച് ആ ശരീരത്തിലേക്ക് ആ ആത്മാവിനെ കൊണ്ട് ഫിറ്റ് ചെയ്തു കൊടുക്കണേ മലക്കുകളെ. അപ്പോൾ അവിടുന്ന് വരും. മുസ്ലിം യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ മോളിന്ന് വരും, അതല്ല അഹങ്കാരിയാണെങ്കിൽ താഴെ നിന്ന് വരും. റൂഹ് വന്നിട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ആ സമയം വരെ ഉറങ്ങിക്കിടന്ന മനുഷ്യനാണ്, ആംബുലൻസിലൂടെ ഉറങ്ങിക്കിടന്നവനാണ്, മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ 2 ദിവസം ഉറങ്ങിക്കിടന്നവനാ. ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിയുന്നില്ല. അവനെ അതാ കബറിനകത്തേക്ക് കൊണ്ടുവച്ച് അവന്റെ ഏതൊരു ശരീരത്തിൽ നിന്നാണോ റൂഹനെ പിടിച്ചെടുത്തത്, ആ റൂഹ് അവനിലേക്ക് മടക്കി കൊടുത്തപ്പോ അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്, അവനെ ഉണർത്തുകയാ. അവൻ ഞെട്ടി ഉണരുകയാണ്. ഉണരുമ്പോ അവന് റൂഹിനെ മടക്കി കിട്ടിയപ്പോൾ അവനിതാ ഉണരുന്നു. അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാ. അപ്പോഴാണ് അറിയുന്നത്, അല്ലാഹുവേ, ഞാൻ ഏതോ ഒരു ലോകത്തെത്തിയിരിക്കുകയാ, ബർസഖിലേക്ക് എത്തിയിരിക്കുകയാ, ബർസഖിലേക്ക് എത്തിയിരിക്കുകയാ. നിന്നോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? വമാ ദീനുക, നിന്റെ ആദർശം ഏതാണ്, ദീൻ ഏതാണ്? വമാ ഹാദർ റജുലുല്ലദീ ബുഇസ ഫീകും, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിയെ കുറിച്ച് വല്ല പരിചയമുണ്ടോ? സ്വാലിഹായ മനുഷ്യനാണ്, ഇല്ലിയൂനിൽ നിന്നാണ് ആത്മാവിനെ ഖബറിലേക്ക് അല്ലാഹു വീണ്ടും മടക്കി കൊടുത്തതെങ്കിൽ അവൻ പറയുമത്രേ, റബ്ബി അല്ലാഹ് വദീനിയൽ ഇസ്ലാം. നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരെന്നറിയുവോ? ഇത് നബിയാണെന്ന് പറയുമ്പോ നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ അല്ലാഹുവിന്റെ കിതാബ് ഓതിയവനാണ്, പടച്ചവന്റെ ഗ്രന്ഥം പഠിച്ചവനാണ്, ഞാനത് വിശ്വസിച്ചവനാണ്, അതിന്റെ ആദർശങ്ങളെ ജീവിതത്തിൽ പകർത്തിയവനാണ്. അതുകൊണ്ട് ഇതാണ് നബിയെന്ന് എനിക്ക് പറയാൻ ചങ്കൂറ്റമുണ്ട്, എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ അള്ളാന്റെ യഥാർത്ഥ ദാസനാണെന്ന് ആ മുൻകറിന്റെയും നക്കീറിന്റെയും ചോദ്യത്തിന്റെ മുന്നിൽ പതറാതെ മറുപടി പറയുമ്പോ ആകാശ ലോകത്തും ഒരു വിളിയാളമുണ്ടാകും. അഫ്രിഷൂ ലഹു ഫിറാശൻ ഇലൽ ജന്ന, അറൂഹു മൻസിലഹു ഫിൽ ജന്ന, വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. ഏ മലക്കുകളെ, അവന്റെ സങ്കേതം സ്വർഗമാണ്. ആ സ്വർഗത്തിലുള്ള സങ്കേതം ഒന്ന് കാട്ടിക്കൊടുക്കണേ. സ്വർഗത്തിലേക്കുള്ളൊരു വാതിൽ തുറന്നു കൊടുക്കണേ, സ്വർഗത്തിലേക്കുള്ളൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കണേ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിൽ വെച്ച് ആരൊരാൾ അല്ലാഹുവിന്റെ വാക്കുകളെയും വചനങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണോ ജീവിതം കാഴ്ചവെച്ചത്, അല്ലാഹു ഖുർആനിൽ പറയുകയാണ്, ദുനിയാവിൽ അങ്ങനെ ജീവിച്ചുവെങ്കിൽ, ഭൂമുഖത്ത് അവൻ അങ്ങനെയാണ് കഴിഞ്ഞുകൂടിയതെങ്കിൽ, മരിച്ചുപോയാൽ ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിൽ അല്ലാഹു അവൻ അതേ വചനം നിലനിർത്താനുള്ള സൗകര്യം കൊടുക്കുമെന്ന് ഖുർആന് പറയുമ്പോ നബി തങ്ങൾ അതിന് വിശദീകരണം നൽകുന്നു. ഫിൽ ഹയാത്തിദ് ദുനിയ എന്ന് പറഞ്ഞാൽ ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ മുൻകറിന്റെയും നക്കീറിന്റെയും ചോദ്യത്തിന്റെ മുന്നിൽ പതറാതെ മറുപടി പറയാനുള്ള ധൈര്യവും സ്ഥൈര്യവും അല്ലാഹു അവർക്ക് നൽകും എന്നതാണ് ഈ ഖുർആനിന്റെ അർത്ഥം. ദുനിയാവിൽ അവൻ ഉറപ്പായിട്ട് പറയാൻ പറ്റും, എല്ലാം തുറന്നു കൊടുത്തോളീന്ന് പറയും, സന്തോഷമായിട്ട് കിടന്നുറങ്ങിക്കോളീന്ന് പറയും. മറ്റവനാണെങ്കിൽ പോയി വൈനൽ കാഫിറ, അത് പ്രശ്നം വേറെ.
അവൻ്റെ കാര്യം ഇപ്പം നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ, നമ്മളെല്ലാം വിശ്വാസികളല്ലേ. അത് ഇനി പറയാൻ ഒരുപാട് സമയമാവും. അതുകൊണ്ട് ഖുർആനിൽ പറയുന്ന വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ബർസഖിലേക്ക് ഒരു യാത്രയുണ്ട്, ഖിയാമത്ത് നാൾ വരെ അതിൽ കിടക്കണം. ഇപ്പം നമ്മളെന്തായാലും ഒരാളെ കൊണ്ടുവന്ന് കുഴിച്ച് അവിടെ ഇട്ട് അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ അവിടെ നിന്ന് എഴുന്നേക്കണമെങ്കിൽ അടുത്തൊരു സൂറെന്ന കാലത്തിൽ ഊതണം. അത് എന്തെങ്കിലും ഊതുമ്പോൾ നമുക്ക് ബാക്കി ഇൻഷാ അല്ലാഹ് പറയാം. രണ്ട് കൂട്ടരുണ്ട്, ഒന്ന് മുസ്ലിങ്ങൾ, പ്രാർത്ഥന. ഇനി വിശ്വാസം ഇല്ല, നിസ്കാരം ഇല്ലാത്തവനെയൊക്കെ വിളിക്കാൻ വരുന്നത് അത് ഈ കോലത്തിലല്ല. അത് മറ്റിതെല്ലാം കൂടി ഈ കയ്യിരിക്കുന്ന സാധനമൊക്കെ ഒന്ന് വൈബ്രേഷനാക്കി ഒന്ന് നീട്ടിപ്പിടിച്ചവനെയൊക്കെ ഒരു നോട്ടോ ഒരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആകെ ഇടങ്ങറായിപ്പോൾ. എന്തായാലും എൻ്റെ ചെറുപ്പക്കാരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുലേക്ക് മടങ്ങ്, മരണത്തെ ഓർത്ത് ജീവിക്ക്, ഖബറിനെ ഓർത്ത് ജീവിക്ക്, ഖബറിനകത്തുള്ള ശിക്ഷകളെ ഭയപ്പെട്ട് ജീവിക്ക്, നമസ്കാരം നിലനിർത്ത്. ആ നമസ്കാരത്തിൽ നമുക്ക് 4 ദുആകൾ ചെയ്യാൻ പറ്റും. ആ ദുആയുടെ ബർക്കത്തിന്റെ പേരിൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമുക്ക് എളുപ്പം നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരു സാഹചര്യം ഒരുക്കി തന്നേക്കാം. അതുകൊണ്ട് എല്ലാവരും ഖബറിനെ കുറിച്ച് ഓർക്കണം, മരണത്തെ കുറിച്ച് ഓർക്കണം, നമസ്കാരം നിലനിർത്തണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക വസല്ലിം അലൈഹി. അല്ലാഹുമ്മ വൻസിൽഹുൽ മഖാദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. اللهم آته الوسيلة والفضيلة ودرجة الرفيع وبعث مقام محمود الذي بعثته. اللهم ارزقنا شفاعته وأوردنا حوله المورود. اللهم عافنا في أبداننا، اللهم عافنا في أبصارنا، اللهم عافنا في أسماعنا. لا إله إلا أنت يا ذا الجلال والإكرام. അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ പാവങ്ങളെ നീ മാപ്പാക്കി തരണേ പടച്ചവനെ. നിങ്ങളുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി തരണേ പടച്ചവനെ. മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ഖബറിനെ കുറിച്ച് ഭയപ്പെട്ട് ജീവിക്കാൻ തൗഫീഖ് താ പടച്ചവനെ. ഖബറിൻ്റെ അദാബുകളെ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ഖബറിൻ്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പടച്ചവനെ. യാ അല്ലാഹുവേ, ഖബറിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള സൗഭാഗ്യം നൽകണേ പടച്ചവനെ. യാ അല്ലാഹ്, വേദനിപ്പിക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹുവേ. ആഖിബത്ത് നന്നാക്കി തരണേ പടച്ചവനെ. അപകട മരണങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, തൗബയില്ലാത്ത മരണത്തിൽ നിന്നോട് അഭയം തേടുന്ന പടച്ചവനെ, കാവൽ ചോദിക്കുന്ന പടച്ചവനെ. യാ അല്ലാഹുവേ, പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ല യാ അല്ലാഹ്. യാ അല്ലാഹ്, യാ അല്ലാഹ് പടച്ചവനെ, ഞങ്ങൾ പാവികളാണ് റഹ്മാനെ. യാ അല്ലാഹുവേ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ പാപങ്ങളിൽ വീണുപോകുന്ന പടച്ചവനെ, നീ നിന്റെ ദാസന്മാർ പാപങ്ങൾ ചെയ്തിട്ട് തൗബ ചെയ്യുമ്പോൾ നീ ഇഷ്ടപ്പെടുന്നവനാണല്ലോ റഹ്മാനെ. നീ ഞങ്ങളുടെ പാവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ യാ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ അന്ത്യസമയം മോശമാക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ യാത്രകളെ നീ കബൂലാക്കണേ പടച്ചവനെ. കച്ചവടങ്ങളിൽ ബർക്കത്ത് താ അല്ലാഹുവേ. ഹലാല് സമ്പാദിച്ച് ഹലാല് കൊടുക്കാനുള്ള സൗഭാഗ്യം എന്താ പടച്ചവനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ പടച്ചവനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ പടച്ചവനെ. കടക്കണയിൽ കുടുങ്ങിയവരെ കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കണേ പടച്ചവനെ. രോഗികളായി കഴിയുന്നവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണേ അല്ലാഹുവേ. മാരകമായി ക്യാൻസർ പോലുള്ള കിഡ്നി പോലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ അതിൽ നിന്ന് മോചിപ്പിക്കണേ പടച്ചവനെ. ആ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ഞങ്ങളിൽ നിന്ന് മരിച്ചു പോവുകയും ചെയ്ത സഹോദരങ്ങൾ അല്ലാഹുവേ, അവരുടെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കുക റഹ്മാനെ. മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാഹുവേ. ദുനിയാവിൽ അവർ ചെയ്തു പോയ സയ്യിആത്തുകൾ ഹസനാത്തുകളാക്കി നീ മാറ്റണേ പടച്ചവനെ. ദുആയുടെ പേരിൽ അവരെ ഞങ്ങളെ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ബർസഖിയായ ജീവിതം നീ എളുപ്പമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗലോകത്ത് പരിലസിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. യാ അല്ലാഹ്, ഹബീബായ തങ്ങളുടെ കൈക്ക് പിടിച്ച് പടച്ചവനെ ഷഫാഅത്തിന് അർഹനായവരുടെ കൂട്ടത്തിൽ കയറി പിടിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ കൈകൊണ്ട് അല്ലാഹുവേ, ഹൗദുൽ കൗസറിന്റെ വെള്ളം നീ വാങ്ങിത്തരണേ പടച്ചവനെ. അർശിന്റെ തണൽ അലങ്കരിക്കാൻ തൗഫീഖ് താ പടച്ചവനെ. പരീക്ഷ എഴുതി പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ പഠിതാക്കളെ സന്തോഷിപ്പിക്കണേ അല്ലാഹുവേ. ആരെയും നീ പരാജയപ്പെടുത്തല്ലേ പടച്ചവനെ. ജോലിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നവർക്ക് ജോലി നൽകണേ അല്ലാഹുവേ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ആശങ്കകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് നീ മഴ താ പടച്ചവനെ. അല്ലാഹുവേ, വെള്ളം താ പടച്ചവനെ. നിന്റെ ഇബാദുകൾ, നിന്റെ അടിമകൾ പള്ളിയിൽ നമസ്കരിക്കാനും ഉളുവെടുക്കാനും ശൗച്യം ചെയ്യാനും പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാ റഹ്മാനെ. യാ അല്ലാഹുവേ, യാ അല്ലാഹുവേ, യാ അല്ലാഹുവേ, നീയാണ് വെള്ളം നൽകുന്നവൻ പടച്ചവനെ. നീയാണ് മഴ പെയ്യിപ്പിക്കുന്നവൻ പടച്ചവനെ. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. പടച്ചവനെ, വെള്ളമില്ലാതെ വറ്റിവരണ്ടു പോയ കുളങ്ങളിലും കിണറുകളിലും വെള്ളം തരുന്നവൻ നീയല്ലാതെ മറ്റാരാണ് പടച്ചവനെ.
اللهم اسقنا اللهم اسقنا اللهم اسقنا الغيث فلا تجعلنا من القانتين. അല്ലാഹുവേ, ഞങ്ങളെ നീ ക്ഷാമത്തിലും പഞ്ഞത്തിലും ആക്കല്ലേ പടച്ചവനെ. ഞങ്ങൾ പാപികളായിരിക്കാം പടച്ചവനെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റു ചെയ്യാത്ത പാവപ്പെട്ട കുഞ്ഞുമക്കളാണ് പടച്ചവനെ. കാലികൾ അല്ലാഹുവേ, സസ്യങ്ങൾ, വൃക്ഷങ്ങൾ അല്ലാഹുവേ നിനക്ക് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ അതിൻ്റെ പേരിൽ അവരോട് നീ കരുണ കാണിക്കണേ യാ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മതിയായ തോതിൽ വെള്ളവും മഴയും തന്ന് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കു പടച്ചവനെ, ആഹ്ലാദിപ്പിക്കു പടച്ചവനെ. അതിൻ്റെ പേരിൽ നിനക്ക് ശുക്ർ ചെയ്യാനുള്ള സൗഭാഗ്യം എന്താ റഹ്മാനെ. ഈ ദുആ നീ സ്വീകരിക്കണമേ അല്ലാഹുവേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين برحمتك يا أرحم الراحمين.